അരുൺ ഓക്കെ. സ്ലൈഡ് മാറിക്കൊണ്ടിരിക്കുന്നു. അത് പുള്ളി എന്തോ കഴിഞ്ഞ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ വർക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റിയുടെ വെബിനാർ സീരീസിലെ 26ാമത്തെ വെബിനാറാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തതാണ് നമുക്ക് തുമ്പികളെ കുറിച്ചൊരു ക്ലാസ് വേണമെന്ന്. പലപ്പോഴും തുമ്പികളുടെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. ഏതൊക്കെ തുമ്പികളുണ്ട്, ഡ്രാഗൺ ഫ്ലൈസിനെ കുറിച്ചും ഡാൻസർ ഫ്ലൈസിനെ കുറിച്ചുമാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ അതിൻ്റെ ലൈഫ് പാറ്റേണിനെ കുറിച്ച്, അതിൻ്റെ കൺസർവേഷനെ കുറിച്ച്, അങ്ങനെയുള്ള ആസ്പെക്റ്റിനെ കുറിച്ച് നമ്മൾ അധികം ചർച്ച ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മളൊരു ടോക്ക് വേണമെന്ന് ഒരുപാട് പേർ പറഞ്ഞതാണ്. അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് ഹനീഫ് സാറാണ്. ഹനീഫ് സാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വി സിയെ ക്ഷണിക്കുകയാണ്. ഓക്കെ. ഹനീഫ് നേരത്തെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ നമ്മുടെ സീക്ക് പോലുള്ള സംഘടനകൾ നടത്തിയിരുന്ന ക്യാമ്പുകളിൽ വരാറുണ്ടായിരുന്നു. പിന്നീടാണ് ഹനീഫ് കാസർഗോഡ് കോളേജിൽ ബോട്ടണി ഗ്രാജുവേഷൻ ചേരുന്നതും. അങ്ങനെ അന്നത്തെ ബോട്ടണി അധ്യാപകനായ ഒരുപക്ഷെ അന്നത്തെ അധ്യാപകനായ ബിജുവിൽ നിന്ന് ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ടാകും, കുറച്ചുകൂടി കൂടുതൽ ബോട്ടണി താല്പര്യം വർദ്ധിപ്പിക്കുന്നതിൽ. പിന്നീട് PG മംഗലാപുരത്ത്, അതിനുശേഷം കോളേജ് അധ്യാപകനായിട്ട് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് തുമ്പികളുടെ സജീവമായി നോക്കുന്ന, അല്ലെ നിരീക്ഷിക്കുന്ന, അതിനെപ്പറ്റി ഗൗരവമായ പഠനങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ് ബ്രണ്ണൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഹനീഫ് മാങ്ങാട് എന്നറിയപ്പെടും, അല്ലെ മുഹമ്മദ് ഹനീഫ് KA എന്നാണ് മുഴുവൻ പേര്. തുമ്പികളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഹനീഫ് കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ചെങ്കൽ പാറപ്പരപ്പുകളിലുള്ള ടെമ്പററി പൂൾസിലുള്ള സസ്യങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന, അല്ലെങ്കിൽ ഗവേഷണം നടത്തിയിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നടത്തുന്ന ഡോക്ടർ P ബിജുവോടൊപ്പം സ്ഥിരം ടീമിൽ ഉണ്ടാകുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു ടീം കുറെ ജലസസ്യങ്ങൾ, പ്രത്യേകിച്ച് നിംഫോയിഡസിന്റെ ഒരു 3-4 സ്പീഷീസ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭാഗ്യത്തിന് അതിൽ ഒന്ന് എൻ്റെ പേരിലുള്ള നിംഫോയിഡസ് ബാലകൃഷ്ണാനിയാണ്. അതിലും സന്തോഷമുണ്ട്. എടുത്തു പറയാൻ, തുമ്പി ഗവേഷണത്തിൽ എടുത്തു പറയാവുന്ന ഒരു സംഭാവന എന്ന് പറയുന്നത് ഹനീഫിൻ്റെതായിട്ടുള്ളത് കൊടക് ഷാഡോ ഡാംസൽ ഫ്ലൈ. ഷാഡോ ഡാംസൽ എന്ന് പറയുന്ന കുടക് നിഴൽത്തുമ്പി എന്ന് മലയാളത്തിൽ പേര് കൊടുക്കാവുന്ന പ്രോട്ടോസ്റ്റിക്റ്റ സൂര്യപ്രകാശി എന്ന ശാസ്ത്രീയമായ പേര് നൽകിയിരിക്കുന്ന പുതിയൊരു തുമ്പിയെ സംഭാജയിൽ നിന്ന്, കർണാടകത്തിലുള്ള സംഭാജ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത പുതിയ ഒരു സ്പീഷീസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തതിൻ്റെ ഓതർമാരിൽ ഫസ്റ്റ് ഓതർ കൂടിയാണ് ഹനീഫ്. അപ്പോൾ ഹനീഫ് ഇനിയും ഒരുപാട് സംഭാവനകൾ ഈ രംഗത്ത് ഉണ്ടാകും. നമ്മൾ സാധാരണ ബോട്ടണി പഠിച്ച ആൾക്കാർ ബോട്ടണി രംഗത്ത് തന്നെ പ്രവർത്തിക്കാറാണ് പതിവ്. അങ്ങനെ പതിവ് തെറ്റിക്കുന്ന ചില ആൾക്കാർ കൂടിയുണ്ട്. ഉദാഹരണം നമ്മുടെ SD ബിജു ബോട്ടണിസ്റ്റ് ആണ്. പക്ഷെ പിന്നീട് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ, അല്ലെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആംഫീബിയൻ എക്സ്പെർട്ടായി മാറി. അതുപോലെ തന്നെ ഹനീഫും ബോട്ടണി അധ്യാപകനാണ് കൂടി. അതിനപ്പുറത്ത് ഈ രീതിയിലുള്ള തുമ്പി പഠനം വളരെ ഗൗരവമായി കൊണ്ടു നടക്കുകയും അതിൽ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലുള്ള സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് കൈകാര്യം ചെയ്തതിന്, അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി മാത്രമല്ല, മറ്റതിൻ്റെ ബാക്കിയുള്ള ഒരു ആസ്പെക്ട് കൂടി, എക്കോളജിയും നേച്ചറൽ ഹിസ്റ്ററി അങ്ങനെയുള്ള ആസ്പെക്ട് കൂടി നന്നായി നിരീക്ഷിക്കുന്ന, അല്ലെ നോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഹനീഫ്. അപ്പോൾ ഹനീഫിനെ ഈ തുമ്പിയുടെ ക്ലാസ് എടുക്കാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും വെബിനാറിലേക്ക് സ്വാഗതം. ബാലകൃഷ്ണേട്ട നന്ദി. അപ്പം നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന്. എന്നെ എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഓക്കെ. അപ്പം ഇതിനു മുമ്പ് ഒരു വെബിനാറിൽ ഒരു സെഷൻ ഞാൻ എടുത്തിരുന്നു. അപ്പൊ അതില് തുമ്പികളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്രാവശ്യം കുറച്ച് പുതിയ ആൾക്കാരുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ
ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയും, ബേസിക് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു ഡൈവേഴ്സിറ്റിനെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് ചർച്ച ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇക്കോളജി ആൻഡ് കൺസർവേഷൻ, ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഈ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ആദ്യം ഒരു പിക്ചർ കാണുന്നുണ്ടാവും, ഒരു തുമ്പി ഇണചേരുന്ന അതിന്റെ ഒരു പിക്ചറാണ് കാണുന്നുള്ളത്. ഇതാണ് ബാലകൃഷ്ണൻ പറഞ്ഞ പ്രോട്ടോസ്റ്റിക്റ്റ സൂര്യപ്രകാശി എന്ന് പറയുന്നുള്ള തുമ്പി. കഴിഞ്ഞ വർഷം നമ്മൾ കൊടകിൽ നിന്നാണ്, സമ്പാദ്യം നിന്നാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം ഒരു 2-3 ആഴ്ച മുമ്പ് നമുക്കിത് കാസർഗോഡ് നിന്ന് കണ്ടെത്തുകയും അതേപോലെ ആറളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും കേരളത്തിൽ കൂടി ഈ ഒരു തുമ്പി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഈ ഒരു തുമ്പി. അത് ഞാൻ ആദ്യം അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് തുമ്പി എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചർ എല്ലാവരും നൊസ്റ്റാൾജി, കുറച്ചുകൂടെ പ്രായമുള്ള അല്ലെങ്കിൽ 90 കിഡ്സ് അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പുള്ള കിഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടാവും. തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നുള്ളത് പലരുടെയും ഒരു ഇഷ്ട വിനോദമാണ്. അപ്പം നമ്മളതിനെ പിടിക്കും, കല്ലെടുപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ നൂല് കെട്ടിവിടുക എന്നൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം നമ്മൾ ആ തുമ്പിനെ പിടിക്കുന്ന സമയത്ത് ഇത് എത്ര ഇനമുണ്ട് എന്നോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയില്ല. ഇപ്പൊ പൂമ്പാറ്റയൊക്കെ ആണെങ്കിൽ നമ്മൾ പൂന്തേനുണ്ണാൻ വരുന്ന പൂമ്പാറ്റനെ അല്ലെങ്കിൽ പൂവിലിരിക്കുന്ന പൂമ്പാറ്റനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇല തിന്നുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൂമ്പാറ്റയുടെ ലാർവ ഇല തിന്നുന്നതൊക്കെ കണ്ടിട്ട്. ഈ തുമ്പികൾ എന്താണ് ഭക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. അതേപോലെ എത്ര ഇനം തുമ്പികൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമ്മൾ സാധാരണഗതിയിൽ ആലോചിക്കാറുണ്ടാവില്ല. പൂമ്പാറ്റനെ കാണുമ്പോഴൊക്കെ നമ്മൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചിലപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷെ തുമ്പിനെ ഈ കല്ലെടുപ്പിക്കുക എന്നതിനപ്പുറം കൂടുതൽ നമ്മളത് ചെറുപ്പകാലത്തൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നല്ലോണം ഡൈവേഴ്സിറ്റി ഉള്ള, ഇക്കോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു ഇൻസെക്റ്റ് ആണ് തുമ്പി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബ്രീഫായിട്ട് അതിന്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇത് എക്സാക്ട് കണക്കൊന്നുമല്ല, ഏകദേശം അതിന്റെ എത്രയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലോകത്ത് ഒരു 6500-ലധികം സ്പീഷീസ് ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് 500-ലധികം സ്പീഷീസ് ഉണ്ട്. നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിൽ ഏകദേശം 200ഓളം, പഴയ പേപ്പറുകളിലാണെങ്കിൽ 190ഒക്കെ കാണാം. അതിനുശേഷം ഒരുപാട് പുതിയ സ്പീഷീസുകൾ വന്നിട്ട് അപ്പൊ നമുക്കൊരു 200-ലധികം സ്പീഷീസ് എൻഡമിക് ടു വെസ്റ്റേൺ ഘട്ടാണ്. ബാക്കി കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 190 അല്ലെങ്കിൽ 190-നും 195-നും ഇടയിൽ നമുക്ക് സ്പീഷീസ് കേരളത്തിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം തുമ്പികള് ഭൂമുഖത്ത് വന്നത് ആദ്യമായിട്ട് വന്നത്, ഇതിന്റെ പൂർവികരൊക്കെ വന്നിട്ടുള്ളത് ഏകദേശം ട്രയാസിക് പീരീഡ് ഒക്കെ ആ സമയത്താണ്, അല്ലെങ്കിൽ ജുറാസിക് പീരീഡിലൊക്കെ നമുക്ക് ഇതിന്റെ പൂർവികരുണ്ടായിട്ടുണ്ട്. എന്തായാലും 32 കോടി വർഷം മുമ്പാണ് തുമ്പികളുടെ പൂർവികര് ഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പം ഇത് മെഗാന്യൂറ മൊനായി എന്ന് പറയുന്നുള്ള സ്പീഷീസ് ആണ്. ഇന്നത്തെ തുമ്പികളുടെ പൂർവികരിൽ ഒരാളാണ്, ഇന്നത്തെ തുമ്പികളുടെ പൂർവികരിൽ ഒരാള്. അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നുള്ളത് 75 സെന്റിമീറ്ററോളം വിങ് സ്പാൻ വരുന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏകദേശം ഒരു 20 സെന്റിമീറ്ററോളം വിങ് സ്പാൻ ഉള്ളതാണ് ഹയസ്റ്റ് ആയിട്ട് വരുന്നുള്ളത്. അപ്പം ഇപ്പം കാണുന്ന ഏറ്റവും വലിയ തുമ്പികളെക്കാളും ഒരു 5-6 ഇരട്ടി വലുപ്പം ഉണ്ടായിരുന്ന തുമ്പിയാണ് ഈ മെഗാന്യൂറ മോനായി എന്ന് പറയുന്നുള്ളത്. അപ്പം ഇത് ഫോസിലാണ്. അപ്പൊ നമ്മള് ഇതിനെ തുമ്പികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചില കൺഫ്യൂഷൻ വരും. മലയാളത്തിൽ പല പേരുകളും തുമ്പികളെ വിളിക്കാറുണ്ട്. അച്ചിക്കണിയ എന്നുള്ളൊരു പേര് ബാലകൃഷ്ണൻ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളെ നാട്ടിലൊക്കെ ചില സമയത്ത് മീൻപാറ്റ എന്നുള്ള പേര് ചിലതരം തുമ്പികൾക്കൊക്കെ പറയുന്നുണ്ട്. തവളക്കണ്ണൻ എന്ന് പറയുന്നുള്ള തുമ്പികൾ സാധാരണ പേരുള്ളൊരു തുമ്പിയാണ്. ബാക്കി ഒരുപാട് പേരുകൾ സീക്കിന്റെ നേതൃത്വത്തിലും ജാഫർ പാലോട് സാറും അതേപോലെ ബാലകൃഷ്ണൻ ഒക്കെ, VC ബാലകൃഷ്ണനൊക്കെ കൂടിയിട്ട് പേരിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് ഇത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പം തുമ്പികളെ എന്ന് പറയുന്നുള്ളത് ഒഡോണേറ്റ എന്ന് പറയുന്നുള്ള ഓർഡറിലാണ് വരുന്നുള്ളത്. ഒഡോണേറ്റിനെ കൺവെൻഷണൽ ആയിട്ട് നമ്മൾ 2ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്, അനൈസോപ്റ്റീറ, സൈഗോപ്റ്റീറ എന്ന് പറയുന്നുള്ളത്. ഇപ്പോഴും നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രകാരം 2 ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയല്ല, ഗ്രൂപ്പിന്റെ പേരിൽ ചെറിയ വ്യത്യാസമുണ്ട്. എപ്പിപ്രോക്ടാൻ, സൈഗോപ്റ്റീറ എന്നാണ് നമ്മൾ ഇപ്പം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് കുഴപ്പമില്ല, നമുക്ക് തിരിച്ചറിയാൻ ഇത് തന്നെ ഉപയോഗിക്കാം, അനൈസോപ്റ്റീറ ആൻഡ് സൈഗോപ്റ്റീറ. അപ്പൊ നമ്മൾ മലയാളത്തിൽ കല്ലൻ തുമ്പി എന്ന് വിളിക്കുന്നുള്ള ഡ്രാഗൺ ഫ്ലൈസും അതേപോലെ സൂചിത്തുമ്പി എന്ന് വിളിക്കുന്നുള്ള ഡാംസൽ ഫ്ലൈസും, രണ്ടിന്റെയും പിക്ചർ ഞാൻ 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്നുള്ളത് അതിന്റെ കണ്ണ് നോക്കിയാൽ മതി. ഡ്രാഗൺ ഫ്ലൈസ് ആണെങ്കിൽ അതിന്റെ കണ്ണുകൾ കോമ്പൗണ്ട് ഐ ആണ്, സംയുക്ത നേത്രമാണ്. അപ്പം ആ കണ്ണുകൾ തമ്മിൽ, 2 കോമ്പൗണ്ട് ഐകൾ തമ്മിൽ
ഒന്നുകിൽ പൂർണ്ണമായിട്ട് മുട്ടി നിൽക്കും, അല്ലെങ്കിൽ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് ഡാംസൽ ഫ്ലൈ ആണെങ്കിൽ കണ്ണുകൾ രണ്ട് സൈഡിലോട്ടാണ്, വശങ്ങളിലോട്ടാണ് കാണുന്നുള്ളത്. ഇപ്പൊ തലയുടെ രണ്ട് ഭാഗത്തായിട്ടാണ് കണ്ണ് കാണുന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അത് ഇരിക്കുന്ന സമയത്ത് ചിറകുകൾ തുറന്നു വെക്കുന്നത് കല്ലൻ തുമ്പികളാണ്, അഥവാ ഡ്രാഗൺ ഫ്ലൈസ് ആണ്. ചിറകുകൾ പൂട്ടി വെക്കുന്നുള്ളത് ഡാംസൽ ഫ്ലൈസ് ആണ്. പിന്നെ നമ്മൾ പറക്കുന്നതിന്റെ ഒക്കെ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്ലൈസ് ആണ്. നമ്മളിപ്പോ സാധാരണ തുമ്പികൾ എന്ന് പറഞ്ഞിട്ട് പറന്ന് നടക്കുന്നത് നമ്മൾ കാണുന്നുള്ളത് ഡ്രാഗൺ ഫ്ലൈസിനെയാണ്. ഡാംസൽ ഫ്ലൈസിനെ നമ്മൾ അങ്ങനെ പറന്ന് നടക്കുന്നത് കാണാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് നമ്മൾ കുറച്ച് തണലൊക്കെയുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പുല്ലിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചെടികളിൽ നിന്നൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും. ഇപ്പൊ ഡ്രാഗൺ ഫ്ലൈസ് നല്ല സ്ട്രോങ് ഫ്ലൈസ് ആണ്. അതേ സ്ഥാനത്ത് ഡാംസൽ ഫ്ലൈസ് അത്ര സ്ട്രോങ് അല്ലാത്ത ഫ്ലൈസ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിന്റെ ചിറക് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നുള്ളത്, ഡ്രാഗൺ ഫ്ലൈസും ഡാംസൽ ഫ്ലൈസും എന്ന് പറയുന്നുള്ളത്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഞാൻ ഒന്നുകൂടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അപ്പം ഇതിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്നൊക്കെ പറയുന്നുള്ള തല, അതിന്റെ ഉരസ്, ഉദരം എന്നൊക്കെ പറയുന്നുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തില് ലെഫ്റ്റ് സൈഡ് ഉള്ളത് ഡ്രാഗൺ ഫ്ലൈ, നമ്മൾ അനൈസോപ്റ്റീറ എന്ന് വിളിക്കും. റൈറ്റ് സൈഡ് ഉള്ളത് ഡാംസൽ ഫ്ലൈ, സൈഗോപ്റ്റീറ എന്ന് വിളിക്കും. ഇന്നൊരു ഗ്രൂപ്പും കൂടി ഉണ്ട് അനൈസോ സൈഗോപ്റ്റീറ എന്ന് പറയുന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം പിന്നെ ഡ്രാഗൺ ഫ്ലൈസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഒരു ഇതെന്ന് പറയുന്നുള്ളത് അതില് മെയിലും ഫീമെയിലും ഡിഫറൻസ് ഉണ്ടാവും. ജെൻഡർ ഡിഫറൻസ് നല്ലോണമുള്ള ഒരു ഇൻസെക്ട് ഗ്രൂപ്പാണ്. ബട്ടർഫ്ലൈസിലും മെയിലും ഫീമെയിലും ജെൻഡർ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ചിലയിലൊന്നും നമുക്ക് അത്ര കാര്യമായിട്ട് മനസ്സിലാവില്ല. പക്ഷെ ഡ്രാഗൺ ഫ്ലൈസിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ നോക്കി ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് ജെൻഡർ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. പൊതുവിൽ നമ്മൾ കാണുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ളത് മെയിൽ ആയിരിക്കും. അത്ര അട്രാക്റ്റീവ് അല്ലാത്തതാണ് ഫീമെയിൽ സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പം ഈ ഒരു സ്ലൈഡിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് മുകളിലുള്ള ചിത്രം ഒരു ഡ്രാഗൺ ഫ്ലൈ, ക്രോക്കോതെമിസ് സെർവീലിയ എന്ന് പറയുന്ന വയൽ തുമ്പി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള വയലിന്റെ അടുത്തൊക്കെ കാണുന്ന, ചതുപ്പിന്റെ അടുത്തൊക്കെ കാണുന്നുള്ള ഒരു തുമ്പിയാണ്. ഈ തുമ്പിനെ തിരിച്ചറിയാനും വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ ആൺതുമ്പി ആണ് മുകളിലുള്ളത്, പെൺതുമ്പിയാണ് താഴെയുള്ളത്. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കറുത്ത വര അതിന്റെ അബ്ഡോമൻ, അത് നമ്മൾ വാല് എന്നാണ് സാധാരണ പറയുന്നത്, പക്ഷെ അതിന്റെ വാലല്ല, അതിന്റെ എന്താണ് ഉദരമാണ്. ആ അബ്ഡോമന്റെ ആദ്യം തൊട്ട് അവസാനം വരെ ആരോ ഇങ്ങനെ നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്തിട്ട് മഷി വലിച്ചതുപോലെ നല്ല നീളത്തിലുള്ള ഒരു വര ആദ്യം തൊട്ട് അവസാനം വരെ പോകുന്നുണ്ടാവും. അത് ആൺതുമ്പിയിലും ഉണ്ടാവും, അതേപോലെ പെൺതുമ്പിയിലും ഉണ്ടാവും. പക്ഷെ ആൺതുമ്പി പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ അത് ചുവപ്പ് കളറും, പെൺതുമ്പി ഒരു മഞ്ഞയോ മഞ്ഞയുടെ അടുത്ത കളറാണ് നമ്മൾ കാണുന്നത്. പക്ഷെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ലൈഡിൽ ആൻഡ്രോമോർഫ് ഫീമെയിൽ ആണ്. അതായത് റൈറ്റ് സൈഡിൽ കാണുന്നുള്ളത് ചുവപ്പ് കളറാണ്. അപ്പൊ നമ്മൾ അതിനെ ഫീമെയിൽ ആണെന്ന് വിചാരിക്കും, പക്ഷെ മെയിൽ ആണെന്ന് വിചാരിക്കും, പക്ഷെ അത് ഫീമെയിൽ ആണ്, ആണിനെ പോലെ കളറുള്ള ഫീമെയിൽ. ചില ഘട്ടത്തില് അങ്ങനെ ഈ തുമ്പികളിൽ ആൻഡ്രോമോർഫ് ഫീമെയിൽ ഉണ്ടാവാറുണ്ട്, ആണിനെ പോലെ തോന്നിപ്പിക്കുന്ന ഫീമെയിൽ. വളരെ അപൂർവമായിട്ട് അതിന്റെ ഈ സ്ലൈഡിൽ നിങ്ങൾ താഴെ റൈറ്റ് കോർണറിൽ കാണുന്ന ഇമേജ് ഗൈനാൻഡ്രോമോർഫ് എന്ന് പറയും. അതായത് പകുതി മെയിലിനെ പോലെയും പകുതി ഫീമെയിലിനെ പോലെയാണ്. അതായത് പകുതി കളറ് റെഡ് കളറാണ്, മെയിലിന്റെ കളറാണ്, പകുതി കളറ് ഫീമെയിൽ പോലെയാണ്. അത് വളരെ അപൂർവമായിട്ട് ചില ഇൻസെക്റ്റുകൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ഗൈനാൻഡ്രോമോർഫ്. ഇപ്പൊ എന്തുകൊണ്ട് ഈ ആൻഡ്രോമോർഫ് ഫീമെയിൽ ഉണ്ടാവുന്നു എന്ന് പറയുന്നുള്ളത് ഒരു പരിധി വരെ എന്താണ് അതിനൊരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതി തന്നെ കൊടുക്കുന്ന ഒരു അനുകൂലനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്നൊക്കെയുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്. ഇത് ചെന്തവിടൻ വ്യാളി, നമ്മുടെ വീട്ടിനടുത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ, അതായത് ചതുപ്പ് നിലം, കണ്ടം അല്ലെങ്കിൽ കിണർ, കുറച്ച് കുളം ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ നല്ലോണം കാണുന്ന ഒരു തുമ്പിയാണ് ഈ ചെന്തവിടൻ വ്യാളി എന്ന് പറയുന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് മെയിലും ഫീമെയിലും ആണ്. ആ റെഡ് കളറിൽ കാണുന്നുള്ളത് മെയിൽ, താഴെയുള്ളത് ഫീമെയിൽ. അപ്പം സെക്ഷൽ ഡൈമോർഫിസം വളരെ എന്താണ് സ്ട്രോങ് ആണ്. എന്ന് വെച്ച് എല്ലാ തുമ്പികളിലും സെക്ഷൽ ഡൈമോർഫിസം നമുക്ക് അത്ര എവിഡന്റ് ആയിട്ട് കാണാൻ നിർബന്ധമില്ല. അങ്ങനെ അല്ലാത്ത തുമ്പികളും ഉണ്ട്. ഇപ്പൊ നമ്മുടെ പച്ചവ്യാളി എന്നൊക്കെ പറയുന്ന തുമ്പി ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആണേത് പെണ്ണേത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം നിർബന്ധമില്ല. ഇതാണ് ഏറ്റവും നമുക്ക് നമ്മളെ കണ്ണില് പെട്ടെന്ന് ശ്രദ്ധയിൽ വരുന്ന ഒരു തുമ്പി എന്ന് പറയുന്നുള്ളത്. നമ്മുടെ വീട്ടിനടുത്ത് ഏതെങ്കിലും ചതുപ്പോ
നെൽപ്പാടമൊക്കെ ഉണ്ടെങ്കിൽ ആ പാടത്തിന്റെ കുറച്ചുകൂടെ കോർണറിലേക്ക് കുറച്ച് ഷെയ്ഡ് വരുന്ന കോർണറിൽ നമ്മൾ ഇതിനെ ഒരുപാട് കാണും. ഇതിനെ നമ്മൾ സ്വാമിത്തുമ്പി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സ്വാമിത്തുമ്പി എന്ന് പേരിട്ടത് എനിക്ക് തോന്നുന്നു ബാലകൃഷ്ണൻ തന്നെയാണ് സ്വാമിത്തുമ്പി എന്നുള്ള പേരിട്ടിട്ടുള്ളത്. അപ്പൊ ഇതില് ലെഫ്റ്റ് സൈഡ് മുകൾ ഭാഗത്ത് കാണുന്നുള്ള ആ നല്ല ബ്ലാക്ക് കളറിലുള്ളത് ആൺതുമ്പിയും താഴെയുള്ളത് പെൺതുമ്പിയാണ്. അതേ സ്ഥാനത്ത് റൈറ്റ് സൈഡിൽ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ കാണുന്നുള്ളത് ആൻഡ്രോമോർഫ് ഫീമെയിൽ ആണ്. അത് മെയിൽ അല്ല, അത് മെയിലിനെ പോലെ മിമിക് ചെയ്യുന്നുള്ള ഫീമെയിൽ ആണ്. അപ്പം സെക്ഷൽ ഡൈമോർഫിസം, അപ്പൊ നമ്മൾ ഈ തുമ്പി നിരീക്ഷണ സമയത്ത് നമുക്ക് 2 കളറിൽ കണ്ടാലും ചിലപ്പോൾ അതെന്തായിരിക്കും ഒരേ തുമ്പിയുടെ ആണും പെണ്ണും ആവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മളെ ഓണത്തുമ്പി എന്നൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ചിലയിടത്ത് പൂമ്പാറ്റത്തുമ്പി എന്ന് വിളിക്കാറുണ്ട്, ശലഭത്തുമ്പി എന്ന് വിളിക്കാറൊക്കെ ഉണ്ട്. സെക്ഷൽ ഡൈമോർഫിസം ഇതിൽ നല്ല ഭംഗിയിലുള്ള ലെഫ്റ്റ് സൈഡിൽ കാണുന്നുള്ളത് അതിന്റെ ഫീമെയിലും അതേ സ്ഥാനത്ത് റൈറ്റ് സൈഡിൽ കാണുന്നുള്ളത് മെയിലുമാണ്. ഇനി അപ്പൊ ഞാൻ പറഞ്ഞു മെയിലും ഫീമെയിലും കളർ കൊണ്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമ്മൾ അതിനെ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് തിരിച്ചറിയാൻ? ഞാൻ പറഞ്ഞു ചിലതിലെങ്കിലും നമുക്ക് അതിനെ കളർ കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഇതിനെ തിരിച്ചറിയാന്നുള്ളത്, അപ്പൊ നമുക്ക് ആൺതുമ്പിനെയും പെൺതുമ്പിനെയും വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. കാരണം ആൺതുമ്പികളിൽ അതിന്റെ ലൈംഗിക അവയവം അത് നമുക്ക് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പം ഇതിന്റെ ഈ ഞാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സ്ക്രീനിൽ എന്റെ കേഴ്സർ മൗസ് പോയിന്റ് കാണുന്നുണ്ടാവും. അപ്പം ഇവിടെ ഈ അബ്ഡോമൻ ഉദരം തുടങ്ങുന്ന ഭാഗത്ത് ഇവിടെ ചെറുതായിട്ട് അതിന്റെ സെക്കൻഡറി ജെനിറ്റാലി അതിന്റെ ലൈംഗിക അവയവങ്ങൾ നമുക്കിവിടെ പൊങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ഇതാണ് ആൺതുമ്പി. അതേ സ്ഥാനത്ത് അതിന്റെ പെൺതുമ്പിയിൽ നമുക്ക് അവിടെ അങ്ങനെ ഒരു പൊങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റില്ല. അപ്പം ഇത് സൈഡ് വ്യൂവിൽ നമ്മളൊരു തുമ്പീനെ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ ആ വയറ് തുടങ്ങുന്ന ഭാഗത്ത് ചെറിയൊരു പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് ആൺതുമ്പിയാണ്, അതല്ലെങ്കിൽ പെൺതുമ്പിയാണ്. ഇനി പെൺതുമ്പിയെ തിരിച്ചറിയാൻ വേറൊരു എളുപ്പ വഴി കൂടിയുണ്ട്, ആണിനെയും പെണ്ണിനെയും. ഇതിന്റെ അബ്ഡോമന്റെ അറ്റം നോക്കുക, ഏറ്റവും അവസാനം നോക്കുന്ന സമയത്ത് പെൺതുമ്പിയിലാണെങ്കിൽ അതിന്റെ അബ്ഡോമന്റെ അവസാനം കുറച്ചുകൂടെ കട്ടി കൂടിയതുപോലെ, നമുക്കൊരു വീതി കൂടിയതുപോലെയൊക്കെ തോന്നും. അതേ സ്ഥാനത്ത് ആൺതുമ്പിയിലാണെങ്കിൽ അത് കുറച്ചുകൂടെ നേർത്ത് പോകുന്നത് പോലെ തോന്നും. അപ്പൊ നമുക്ക് ആൺതുമ്പിനെയും പെൺതുമ്പിനെയും കളർ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. അതേ സ്ഥാനത്ത് ഇതിന്റെ അവയവത്തിന്റെ സ്ട്രക്ചർ വെച്ചിട്ടും തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിലെ ആൺതുമ്പികളാണെങ്കിൽ അതിന് 2 സെറ്റ് സുപ്പീരിയർ ആനൽ അപ്പൻഡേജും ഇൻഫീരിയർ ആനൽ അപ്പൻഡേജും ഉണ്ട്. അതേ സ്ഥാനത്ത് പെൺതുമ്പികൾക്കാണെങ്കിൽ അതില്ല എന്നല്ല. പക്ഷെ നമ്മള് ഡ്രാഗൺ ഫ്ലൈസിലും ഡാംസൽ ഫ്ലൈസിലും, അതായത് നമ്മുടെ കല്ലന്തുമ്പിയിലും സൂചിത്തുമ്പിയിലും നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് മെയിൽ ഏത് ഫീമെയിൽ ഏത് എന്നുള്ളത് നമുക്ക് എന്നെ തോന്നുന്നു കുറച്ചുകൂടെ ഈ സൈഡ് വ്യൂവിൽ തന്നെ നമുക്ക് തിരിച്ചറിയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഇതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സംശയം തോന്നും, ഈ ആനൽ അപ്പൻഡേജ് എന്ന് പറയുന്നുള്ള ഈ ഭാഗം, അതായത് ഈ അബ്ഡോമന്റെ വയറിന്റെ അറ്റത്തുള്ള ഈ ഭാഗം എന്ന് പറയുന്നുള്ള ആൺതുമ്പികളിലുള്ള ഈ ഭാഗം ഇണചേരുന്ന സമയത്ത് പെൺതുമ്പികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അതായത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലെഫ്റ്റ് സൈഡ് കൊടുത്തിട്ടുള്ളത് ഒരു ഡ്രാഗൺ ഫ്ലൈസ് ആണ്, റൈറ്റ് സൈഡ് കൊടുത്തിട്ടുള്ളത് ഡാംസൽ ഫ്ലൈസ് ആണ്. അപ്പൊ അതില് ആൺതുമ്പി പെൺതുമ്പിയെ ഇണചേരുന്ന സമയത്ത് അതിന്റെ കഴുത്തിനോട് ചേർന്നുള്ള പിൻഭാഗത്താണ് എന്ത് ചെയ്യുക, അതിനെ ഇറുക്കി പിടിക്കുകയാണത്. അപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള ചിത്രം നോക്കുക, അതിൽ വളരെ കൃത്യമാണ് ആ ഒരു ആൺതുമ്പിയുടെ ആനൽ അപ്പൻഡേജ് അതിന്റെ കഴുത്തിന് വന്ന് ഇറുക്കി പിടിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള ചിത്രം അത് ഡാംസൽ ഫ്ലൈ ആണ്, അഥവാ നമ്മുടെ സൂചിത്തുമ്പിയാണ്. അതേ സ്ഥാനത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ഡ്രാഗൺ ഫ്ലൈ ആണ്. അതില് കഴുത്തിന് പിടിക്കുന്നതിന് പകരം അതിന്റെ തലയുടെ തലയുടെ പിൻഭാഗത്തായിട്ട്, കണ്ണിനോട് ചേർന്നിട്ട് കണ്ണിന്റെ പിൻഭാഗത്തായിട്ടാണ് പിടിക്കുന്നത്. അപ്പം ഡ്രാഗൺ ഫ്ലൈയും ഡാംസൽ ഫ്ലൈയും ഇണചേരാൻ വേണ്ടിയിട്ട് അതിന്റെ പങ്കാളിയെ പിടിക്കുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്.
ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ഡ്രാഗൺ ഫ്ലൈസിനെ നമ്മൾ അല്ലെങ്കിൽ ഈ തുമ്പികളെ കുറിച്ചിട്ട് എന്തിനാണ് നമ്മൾ ഇത്രയും കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ നിരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മുടെ പ്രകൃതിയിൽ അതിനെന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം പൊതുവില് ഇപ്പം പക്ഷി നിരീക്ഷണത്തിന് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടാറുണ്ട്. ഒരുപാട് പക്ഷികളെ നമ്മൾ കാണാൻ പറ്റും. ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകളെ ആണെങ്കിലും അതിന്റെ കളറൊക്കെ കൊണ്ട് നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതേ സ്ഥാനത്ത് അത്ര അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നാത്തൊരു ഇൻസെക്ട് ഗ്രൂപ്പാണ് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു ശതമാനം ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുമ്പികള് മുട്ടയിടുന്നുള്ളത് വെള്ളത്തിലാണ്. വെള്ളത്തിൽ മുട്ടയിടുന്ന ജീവികളാണ് തുമ്പി. ഇപ്പോൾ ചില ആൾക്കാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുക തുമ്പികൾ മുട്ടയിടുന്നുള്ളത് ചെടിയിലായിരിക്കും, അങ്ങനെയുള്ള അല്ലെങ്കിൽ മണ്ണിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ശുദ്ധമായി എല്ലാ തുമ്പികളും മുട്ടയിടുന്നുള്ളത് ശുദ്ധജലത്തിലാണ് സാധാരണഗതിയിൽ മുട്ടയിടുന്നുള്ളത്. അത് തന്നെ മുട്ടയിടാൻ വേണ്ടിയിട്ട് പല ഇപ്പം ഒഴുകുന്ന വെള്ളത്തിൽ മുട്ടയിടുന്നത് ഉണ്ടാവും, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിടുന്നുണ്ടാവും. ഇനി ഡയറക്റ്റ് വെള്ളത്തിൽ മുട്ടയിടുന്നതിന് പകരം വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചെടികളുടെ അതിന്റെ തണ്ട് തുരന്നിട്ട് തണ്ടിൽ ഓരോ ഓട്ട ഉണ്ടാക്കി ആ ഓട്ടക്കകത്ത് മുട്ട നിക്ഷേപിക്കുന്ന തുമ്പികളും ഉണ്ടാവാറാണ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പികൾക്ക് എല്ലാ ഡയറക്ഷനിലേക്കും പറക്കാൻ പറ്റും. അതായത് തുമ്പികൾക്ക് പറന്ന് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റും. അവിടെ നിന്ന് വേണമെങ്കിൽ മുമ്പിലോട്ട് പറക്കാം, പുറകിലോട്ട് പറക്കാം, സൈഡിലോട്ട് പറക്കാം, മുകളിലോട്ട് പറക്കാം, താഴോട്ട് പറക്കാം. ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ഷനിലേക്കും പറക്കാൻ കഴിവുള്ള ഒരു പ്രാണി കൂടിയാണ് തുമ്പികള്. അതുകൂടാതെ നല്ല വേഗത്തിൽ പറക്കാൻ പറ്റും. ഏകദേശം ഒരു 30-35 km/h സ്പീഡിൽ വരെ ഇതിന് പറക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉസൈൻ ബോൾട്ടിന്റെ ഒക്കെ സ്പീഡിൽ നമുക്ക് ഈ തുമ്പികൾക്ക് പറക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നല്ല സ്പീഡിൽ പറക്കാൻ പറ്റുന്ന ഒരു ഇൻസെക്ട് കൂടിയാണ്. അപ്പം അതിന് പറക്കാൻ വേണ്ടി സഹായിക്കുന്ന, എല്ലാ ഡയറക്ഷനിലേക്കും പറക്കാൻ വേണ്ടി സഹായിക്കുന്നുള്ളത് അതിന് 2 ജോഡി ചിറകുകളുണ്ട്. അത് സ്വതന്ത്രമായിട്ട് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ഡയറക്ഷനിലേക്കും അതിന് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ അത്രയധികം അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം, കാരണം നമ്മൾ പലപ്പോഴും പാട്ടിലും അല്ലാതൊക്കെ ആയിട്ട് പറയുന്ന കാര്യമാണ് തുമ്പി, തേന്, പൂവ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ചില ആൾക്കാരെങ്കിലും വിചാരിക്കും പൂവിൽ ചിലപ്പം തുമ്പികൾ വന്ന് ഇരിക്കുന്നതും കാണാൻ പറ്റും. അപ്പം പൂന്തേനുണ്ണാൻ വേണ്ടിയിട്ട് തുമ്പി വന്നേന്നൊക്കെ വിചാരിക്കും. പക്ഷെ തുമ്പി പൂർണ്ണമായിട്ടും കാർണിവോറസ് ആണ്. അതായത് തുമ്പി അഡൾട്ടായിരിക്കുന്ന പറന്നു നടക്കുന്ന തുമ്പികളാണെങ്കിലും വെള്ളത്തിൽ മുട്ടയിട്ട് വിരിഞ്ഞു വന്ന അതിന്റെ ലാർവ അല്ലെങ്കിൽ നിംഫ് അതും എന്താണ് 100% കാർണിവോറസ് ആയിട്ടുള്ള ജീവികളാണ്. അതായത് മാംസ്യബുക്കുകളാണ്. അത് ചിലപ്പം കാനിബോളിസം, പരസ്പരം തിന്നുകയും കൂടി ചെയ്യും. ചിലപ്പം ആൺതുമ്പി വേണമെങ്കിൽ പെൺതുമ്പിനെ തിന്നാം, പെൺതുമ്പി വേണമെങ്കിൽ ആൺതുമ്പിനെ തിന്നാം, അല്ലെങ്കിൽ ഒരു തുമ്പി വേണമെങ്കിൽ വേറൊരു, അതായത് ഒരു സ്പീഷീസ് തുമ്പി വേണമെങ്കിൽ വേറൊരു സ്പീഷീസ് തുമ്പീനൊക്കെ അതിന് പിടിച്ചു തിന്നാൻ പറ്റുന്ന എന്തിനും അതെന്ത് ചെയ്യും, പിടിച്ചു തിന്നും. അതുകൂടാതെ അതിന്റെ ലാർവയൊക്കെ, വെള്ളത്തിൽ കിടക്കുന്ന ലാർവ, തുമ്പിയുടെ ലാർവ എന്ന് പറയുന്നത് വളരെ ഒറേഷ്യസ് ആയിട്ടുള്ള ഫീഡറാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. അതിന്റെ മുമ്പിൽ വരുന്ന എന്തിനും ഇത് പിടിച്ചു തിന്നും എന്നുള്ള രീതിയിലാണ് അത് നിൽക്കുക. അപ്പം വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പികൾക്ക്, ഈച്ചകൾക്കൊക്കെ ഉള്ളത് പോലെ തന്നെ കോമ്പൗണ്ട് ഐ ആണ്. ഒമാറ്റിഡിയ എന്ന് പറയുന്നുള്ള ചെറിയ ചെറിയ ലെൻസുകൾ കൊണ്ട്, മൈക്രോസ്കോപ്പിക് ഐ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഏകദേശം 25,000 മുതൽ 30,000 വരെ ലെൻസുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോമ്പൗണ്ട് ഐ ആണ്. അപ്പൊ ഇൻസെക്റ്റുകൾക്ക് പലതിനും കോമ്പൗണ്ട് ഐ തന്നെയാണ്, ഇൻസെക്റ്റുകൾക്ക് കോമ്പൗണ്ട് ഐ തന്നെയാണ് കാണുന്നത്. പിന്നെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പലപ്പോഴും ചില പുസ്തകങ്ങളിലടക്കം വന്നതുകൊണ്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുള്ളത്. അതായത് കുഴിയാന തുമ്പിയായിട്ട് മാറും. കുഴിയാന അത് നിംഫാണ്, അത് അതിന്റെ വളർന്ന് വലുതായി അത് പുറത്തു വരുന്നുള്ളത് തുമ്പിയായിട്ടാണ് എന്നുള്ളത്. പക്ഷെ കുഴിയാന അതിന്റെ അഡൾട്ട് ഫോം എന്ന് പറയുന്നുള്ളത് കുഴിയാന തുമ്പി എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഡ്രാഗൺ ഫ്ലൈ ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അത് ന്യൂറോപ്റ്റീറ എന്ന് പറയുന്നുള്ള വേറൊരു ഓർഡറിൽ വരുന്നുള്ള ജീവിയാണ്. നമുക്ക് സാധാരണഗതിയിൽ ഇത് വളരെ ഷൈ ആയിട്ടുള്ള ഇൻസെക്ട് കൂടിയാണ് ഈ കുഴിയാന തുമ്പി എന്ന് പറയുന്നുള്ളത്. അപ്പം പുല്ലിലൊക്കെ നമുക്ക് കാണാം. അതേ ചില സമയത്ത് രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ട്യൂബ് ലൈറ്റിന്റെ അടുത്തൊക്കെ വരാം. നമുക്ക് സാധാരണ കുഴിയാന തുമ്പീനെയും നമ്മുടെ തുമ്പീനെയും തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. തുമ്പികൾക്ക് ആന്റിന, അതിന്റെ ആന്റിന വളരെ ചെറുതാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമ്മൾ ആന്റിന ഇല്ല എന്ന് വിചാരിക്കും. ആന്റിന നമുക്ക് കാണാൻ പറ്റില്ല, വളരെ ചെറുതാണ്. അതേ സ്ഥാനത്ത് കുഴിയാന തുമ്പികൾക്ക് വളരെ നീളമുള്ള ആന്റിന കാണാൻ പറ്റും. ഇതേപോലെ ഇതാണ് കുഴിയാന തുമ്പിയുടെ അല്ലെങ്കിൽ കുഴിയാന എന്ന് പറയുന്നുള്ളത്.
ഇതാണ് വേറൊരു ജീവി, നമ്മൾ തുമ്പിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതാണ്. ഓൾഫ്ലൈ എന്നൊക്കെ വിളിക്കുന്നത്. ഇതിന്റെയും ആന്റിന വളരെ ലോങ് ആയിട്ടുള്ള ആന്റിനയാണ്. ഇത് രണ്ടും തുമ്പികളല്ല, തുമ്പിയുടെ ഓർഡറിൽ വരുന്നതല്ല, പക്ഷെ നമ്മൾ തുമ്പി എന്നൊക്കെ സംശയിക്കാൻ സാധ്യതയുള്ള ജീവികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പൂവും തുമ്പി ഇങ്ങനെ ചിലപ്പോൾ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പൂന്തേന് തുമ്പി വന്ന് ഇരുന്നിട്ട് പൂന്തേന് ഉണ്ണാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം സാധാരണഗതിയിൽ ഇപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് ഏത് ചെടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ഏത് പൂവാണ്? വെഡീലിയ ട്രൈലോബേറ്റ. വെഡീലിയാണ്. നമ്മുടെ എന്താണ് സിംഗപ്പൂർ ഡെയ്സി എന്നൊക്കെ പറയുന്നുള്ള വീടാണ്. അപ്പം ഇത് ഞാനൊരു എന്താണ് കണ്ടെത്തുന്ന ഒരു പാടത്തുനിന്ന്, കൃഷിയൊന്നും ചെയ്യാത്ത ഒരു പാടത്തുനിന്ന് അവിടെ നിറയെ ഈ വെഡീലിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വെഡീലിയ വന്നപ്പം അവിടെ നിന്ന് എടുത്തൊരു പടമാണ്. അപ്പം ഇങ്ങനെ ഈ പൂവിന്റെ മുകളിൽ തുമ്പി എന്തുകൊണ്ട് വന്നിരിക്കുന്നു? അത് പൂന്തേന് ഉണ്ണാൻ വേണ്ടി ഇരിക്കുന്നില്ല. തുമ്പികൾക്കൊരു സ്വഭാവമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർണിവോറസ് ആണ്. ഇര തേടുന്ന, ഇര പിടിക്കുന്ന പ്രാണികളാണ്. അത് മാത്രമല്ല, തുമ്പികള് പറന്ന് നടക്കുന്ന ഇരകളെ മാത്രമേ പിടിക്കാറുള്ളൂ. പറന്ന് നടക്കുന്ന ഇരകളെ പിടിക്കുകയാണ്. അപ്പം അത് മാത്രമല്ല, അങ്ങനെ ഈ പറന്ന് നടക്കുന്ന ഇരകളെ കാണണമെങ്കിൽ അത് ആ ഭാഗത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഇരിക്കുക സാധാരണഗതിയിൽ. അതിന് അനുയോജ്യമായ ഉയരം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈറ്റ് ഉള്ളവർ പോയിട്ട് അതിന് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ ഈ വെഡീലിയ സിംഗപ്പൂർ ഡെയ്സി വന്ന സ്ഥലത്ത് പാടമാണ്. അപ്പൊ ഈ സിംഗപ്പൂർ ഡെയ്സിന്ന് സാധാരണ ഏറ്റവും കൂടുതൽ പൊങ്ങി നിൽക്കുന്നുള്ള അതിന്റെ ഫ്ലവർ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഫ്ലവറിന്റെ മുകളിൽ വന്നിട്ട് അത് ഇരിക്കുന്നതാണ്. ചുറ്റുഭാഗം വീക്ഷിച്ചിട്ട് അതിന് മുമ്പിൽ പറന്ന് നടക്കുന്ന എന്താണ് പ്രാണികളെ പിടിക്കും. അപ്പം ഇതിന്റെ പ്രിഡേഷൻ റേറ്റ്, അതിന്റെ സക്സസ് റേറ്റ് എന്നൊക്കെ പറയുന്നുള്ളത് വെരി ഹൈ ആണ്. അപ്പം ചില കണക്കുകളൊക്കെ പറയുന്നുണ്ട് ഏകദേശം 95% അല്ലെങ്കിൽ 95% മുകളിലാണ് ഇതിന്റെ സക്സസ് റേറ്റ്. അതായത് ഇതൊരു ഇരയെ കണ്ട്, പറന്നു നടക്കുന്ന ഇരയെ കണ്ട് അത് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉറപ്പായിട്ടും പിടിച്ചിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ കടുവയൊക്കെ ആണെങ്കിൽ വളരെ കുറവാണ് അതിന്റെ പ്രിഡേഷൻ റേറ്റ് ഉള്ളത്. പിന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഇതിനെ തുമ്പീനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജീവനുള്ള പ്രാണികളെ തുമ്പിയുടെ മുമ്പിലൂടെ പറപ്പിച്ചു വിട്ടപ്പം തുമ്പികൾ പോയി അതിനെ പിടിച്ചു. അതേ സ്ഥാനത്ത് ജീവനില്ലാത്ത ചെറിയ കല്ലുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതിന് മുമ്പിൽ ഇടുന്ന സമയത്ത് തുമ്പികൾ അതിനെ നോക്കുകയും പക്ഷെ അതിന് ഇമ്മീഡിയറ്റ്ലി അതിന് ജീവനില്ല എന്ന് മനസ്സിലാവുകയും അതിനെ പിടിക്കാൻ ശ്രമിക്കും. അതായത് അതിനെ പിടിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റഡീസും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് ലിങ്കുകൾ കാണാൻ പറ്റും ഇങ്ങനെ ഇതിന്റെ പ്രിഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ തുമ്പികളിലൊരു നമ്മൾ നിരീക്ഷണത്തിനൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്. ആൺതുമ്പിയും പെൺതുമ്പിയും തമ്മിൽ കളർ വ്യത്യാസമുണ്ട്. അത് കൂടാതെ ഈ ആൺതുമ്പികളിൽ തന്നെ അതിന്റെ ലൈഫ് സൈക്കിളിൽ അതിന്റെ അഡൾട്ട് ഫോമിൽ തന്നെ പല കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് വിരിഞ്ഞിറങ്ങി വരുന്ന തുമ്പി, ആൺതുമ്പി സാധാരണഗതിയിൽ പെൺതുമ്പിനെ പോലെ ഉണ്ടാവും. ഇത് സിന്ദൂരത്തുമ്പി എന്ന് പറയുന്നുള്ള ട്രൈത്തമിസ് അറോറ എന്ന് പറയുന്നുള്ള ഒരു തുമ്പിയുടെ ജുവനയിലാണ്. അതായത് വിരിഞ്ഞിറങ്ങിയതുണ്ട്, വിരിഞ്ഞിറങ്ങി കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോൾ അതിന് കളർ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യും. സബ് അഡൽട്ട് ഉണ്ട്. സബ് അഡൽട്ട് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് മെച്യൂർ മെയിൽ, ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ തുമ്പി നമ്മൾ വീട്ടിലെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, വളരെ കോമൺ ആയിട്ടുള്ളത്. നമ്മളൊക്കെ ശ്രദ്ധയിൽ തുമ്പി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഒരു തുമ്പി സ്പീഷീസ് ഇത് തന്നെയായിരിക്കും. അതേ സ്ഥാനത്ത് ഈ ഇമേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആദ്യമുള്ളത് മെയിലാണ്, താഴെയുള്ളത് ഫീമെയിലാണ്. രണ്ടും കാണാൻ ഒരേപോലെ ഉണ്ടാവും. പക്ഷെ ലെഫ്റ്റ് സൈഡ് താഴെയുള്ളത് ഫീമെയിൽ, അതിന്റെ മെച്യൂർ മെയില് റൈറ്റ് സൈഡ് താഴെയുള്ളത്. അപ്പം അതിന്റെ ഡെവലപ്മെന്റൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, അത് വിരിഞ്ഞിറങ്ങി അഡൾട്ട് ആവുന്ന സമയത്ത് അതിന് കളർ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ഇത് വേറൊരു ത്രിവർണ്ണൻ വ്യാളി എന്നൊക്കെ പറയുന്നുള്ള നമ്മളെ ഓർത്രീറ്റം ലൂസോണിക്കം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു തുമ്പിയാണ്. ഇതിന്റെ അഡൾട്ട് ഫോം ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള ഈ ഒരു ആഷ് കളർ അല്ലെങ്കിൽ ബ്ലൂയിഷ് കളറൊക്കെ ഉള്ളതാണ്. അതേ സ്ഥാനത്ത് അതിന്റെ ജുവനൈൽ മെയിൽ ആദ്യമുണ്ട്, അതിന്റെ ലെഫ്റ്റ് സൈഡ് താഴെ അതിന്റെ ഫീമെയിൽ ഉണ്ട്. അത് കാണാൻ ഏകദേശം ഒരേപോലെ ഉണ്ടാവും. പക്ഷെ ഗ്രാജുവലി അതിന് കളറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് മെച്യൂർ ആവുന്ന സമയത്ത് സെക്ഷൽ ഡൈമോർഫിസം നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിപ്പം നാട്ടുകൂത്താലി എന്ന് പറയുന്നുള്ള തുമ്പിയാണ്. ഇതിൽ ഇണചേരുന്ന തുമ്പികളാണ് കൊടുത്തിട്ടുള്ളത്. ഇതില് ആദ്യമുള്ള മുകൾ ഭാഗത്തുള്ളത് അത് മെയിലും താഴ്ഭാഗത്തുള്ളത് ഫീമെയിലുമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതില് തുമ്പിയുടെ ലൈഫ് സൈക്കിൾ ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുമ്പി മുട്ടയിടുന്നുള്ളത് വെള്ളത്തിലാണ്. അപ്പം തുമ്പി മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. അപ്പം
പൂമ്പാറ്റയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പൂമ്പാറ്റ സാധാരണഗതിയിൽ ചെടിയുടെ ഇലകളിലൊക്കെ ഇടും, മുട്ടയിടും, മുട്ട വിരിഞ്ഞിട്ട് അത് പുഴുവായിട്ടുണ്ടാവും. പുഴു പിന്നീട് എന്താണ് പ്യൂപ്പയായിട്ട് മാറും. പ്യൂപ്പ വിരിഞ്ഞിട്ടാണ് നമുക്ക് അവസാനം പറന്നു നടക്കുന്നുള്ള ചിത്രശലഭത്തെ കാണുന്നത്. പക്ഷെ തുമ്പിയിൽ അങ്ങനെ ആ ഒരു പ്യൂപ്പ എന്ന് പറയുന്നുള്ള സ്റ്റേജ് ഇല്ല. പകരം തുമ്പി വെള്ളത്തിൽ മുട്ടയിടുന്നു, മുട്ട വിരിഞ്ഞ് ഇറങ്ങി വരുന്നുള്ള ലാർവ അല്ലെങ്കിൽ നിംഫ് അല്ലെങ്കിൽ നയാഡ് എന്നൊക്കെ നമ്മൾ വിളിക്കും. ആ നിംഫ് പല പ്രാവശ്യം അതിന്റെ എന്താണ് ഉറവൊഴിക്കുകയും, ഒരു 14 ഇൻസ്റ്റാർ ഒക്കെ ഉണ്ടാവും ചില സമയത്ത്, ഉറവൊഴിക്കുകയും അത് അവസാനത്തെ ഇൻസ്റ്റാർ സ്റ്റേജിൽ നമ്മൾ പൂമ്പാറ്റേനൊക്കെ നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് അറിയാം അത് എങ്ങനെയാണ് ഏറ്റവും അവസാനത്തെ പ്യൂപ്പ ആവുന്നതിന് മുമ്പുള്ള സ്ട്രക്ചർ. പക്ഷെ തുമ്പിയിൽ പ്യൂപ്പ ഇല്ല. അവസാനത്തെ ഇൻസ്റ്റാർ നേരെ, അപ്പം ഈ നിംഫ് ഉണ്ടാവുക വെള്ളത്തിലാണ്, അതിന്റെ ലാർവ ഉണ്ടാവുക വെള്ളത്തിലാണ്, വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പൊ സാധാരണഗതിയിൽ വെള്ളത്തിൽ ഉള്ള ആ കല്ലുകൾ മുകളിലോട്ടേക്ക് വെള്ളത്തിന് പുറത്തുണ്ടെങ്കിൽ ആ കല്ലുകൾ വഴി കയറി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മരങ്ങൾ, ചെറിയ ഉണങ്ങിയ മരങ്ങൾ, കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ കയറി വന്ന് വെള്ളത്തിന് പുറത്ത് വന്ന് അവിടെ നിന്ന് അതിന്റെ അവസാനത്തെ നിംഫിന്ന് അതിന്റെ സ്കിന്ന് പൊട്ടിച്ചിട്ട് പുറത്ത് വരുന്നുള്ളത്. അപ്പൊ നിംഫിന് ചിറക് ഉണ്ടാവില്ല. പക്ഷെ ഏറ്റവും അവസാനത്തെ നിംഫിന് നമുക്ക് ചെറിയ രീതിയിൽ ചിറക് പോലെയുള്ള സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങി വരുന്ന തുമ്പികൾക്ക് ചിറകുകൾ ഉണ്ടാവും. പക്ഷെ വിരിഞ്ഞിറങ്ങിയ ഉടനെ അതിന് ചിറകുകളൊന്നും നമുക്ക് കൃത്യമായിട്ട് അതായത് വിടർന്നു വന്നിട്ടുണ്ടാവില്ല. ഞാൻ അതിന്റെ ഇമേജ് കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം അതിന്റെ ലൈഫ് സൈക്കിളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അഡൽട്ട് ഡ്രാഗൺ ഫ്ലൈ മേറ്റിംഗ് ആണ് ഫസ്റ്റ് ഈവന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലവ് സ്റ്റോറി മേറ്റിംഗ് എന്ന് പറയുന്നുള്ളത് അത് ആരംഭിക്കുന്നുള്ളത്, അപ്പം തുമ്പികൾക്ക്, എല്ലാ തുമ്പികൾക്കും ഇല്ലെങ്കിൽ മിക്കവാറും തുമ്പികൾക്കും ഇണക്ക് വേണ്ടിയിട്ട്, അതായത് ഫീമെയിലിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അത് മാത്രമല്ല അതിന്റെ ടെറിട്ടറി കാത്തു സൂക്ഷിക്കുന്ന സ്വഭാവം കൂടി പല തുമ്പികൾക്കും ഉണ്ട്. അപ്പം എന്തായി കഴിഞ്ഞാലും ഒരു ആൺതുമ്പി പെൺതുമ്പിയെ ഇണചേരാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ടാൻഡം പൊസിഷൻ എന്ന് പറയുന്നത് ആൺതുമ്പി പെൺതുമ്പിയുടെ സൂചിത്തുമ്പി ആണെങ്കിൽ കഴുത്തിലാണ് പിടിക്കുക. അതേ സ്ഥാനത്ത് നമ്മുടെ കല്ലന്തുമ്പി ആണെങ്കിൽ കണ്ണിന്റെ അല്ലെങ്കിൽ തലയുടെ പുറകുവശത്ത് പിടിക്കുക എന്നുള്ളത്, അതിന്റെ ആനൽ അപ്പൻഡേജ് കൊണ്ട് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നുള്ളതാണ്. അപ്പം ആൺതുമ്പി പെൺതുമ്പിയെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൺതുമ്പി അതിന്റെ അബ്ഡോമൻ, അതിന്റെ വയറ് അല്ലെങ്കിൽ ഉദരം ബെൻഡ് ചെയ്തിട്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ എഴുതിയിട്ടുണ്ട്, മെയിൽ ട്രാൻസ്ഫറിങ് സ്പേം ഫ്രം 10th സെഗ്മെന്റ് ടു 2nd സെഗ്മെന്റ്. അപ്പം ഇങ്ങനെ ഒരു ഇവന്റും കൂടി തുമ്പിയിൽ നടക്കുന്നുണ്ട്. മറ്റുള്ള ഇൻസെക്റ്റുകളിൽ അത് സാധാരണഗതിയിൽ കാണാറില്ല. അതായത് തുമ്പികളുടെ ഈ അബ്ഡോമന് 10 കാണ്ഡങ്ങൾ, 10 സെഗ്മെന്റുകളുണ്ട്. ഈ 10 സെഗ്മെന്റിലെ ഏറ്റവും അവസാനത്തെ 10ാമത്തെ സെഗ്മെന്റ് 9-10 ഇടയിലായിട്ട് ആ സെഗ്മെന്റിലാണ് നമുക്ക് അതിലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളത് സ്പേം, ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളത്. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീജം അതേ സ്ഥാനത്ത് പെൺതുമ്പിയിലേക്ക് ഇണചേരുന്ന സമയത്ത് കൊടുക്കണമെങ്കിൽ അതിന്റെ സെക്കൻഡറി ജെനിറ്റാലിയ, അതിന്റെ രണ്ടാമത്തെ സെഗ്മെന്റിലുള്ള അതിന്റെ ലൈംഗികാവയവത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഈ ഇതിൽ കാണുന്നുള്ള ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നുള്ളത്. അതിന്റെ അബ്ഡോമൻ വളച്ചിട്ട് 10ാമത്തെ സെഗ്മെന്റിനെ 10ാമത്തെ സെഗ്മെന്റിനെ 2ാമത്തെ സെഗ്മെന്റിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഉൽപ്പാദിപ്പിച്ച ബീജത്തിന് 2ാമത്തെ സെഗ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ചിലപ്പം ടാൻഡം പൊസിഷന് മുമ്പും ചെയ്യാം, ടാൻഡം പൊസിഷൻ ആയതിനു ശേഷവും ചെയ്യാം. ഓക്കെ, സാധാരണഗതിയിൽ ടാൻഡം പൊസിഷനിലാണ് ചെയ്ത് കാണാറുള്ളത്. അത് കഴിഞ്ഞാൽ അങ്ങനെ 2ാമത്തെ സെഗ്മെന്റിലേക്ക് അതിന്റെ സ്പേം അല്ലെങ്കിൽ ബീജം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പെൺതുമ്പി അതിന്റെ അബ്ഡോമൻ വളച്ചു വെച്ചിട്ട് ആ 2ാമത്തെ സെഗ്മെന്റിൽ നിന്ന് ബീജത്തിന് സ്വീകരിക്കും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് 3ാമത്തെ ഈ ഒരു സ്റ്റേജ് ഉണ്ടാകുന്നത്. ഹാർട്ട് അല്ലെങ്കിൽ വീൽ ഫോർമേഷൻ എന്നാണ് വിളിക്കുന്നുള്ളത്. ഒരു പെർഫെക്റ്റ് ഹാർട്ടാണ്. ഇതൊരു ഡാംസൽ ഫ്ലൈ ആയതുകൊണ്ട് നമുക്കൊരു പെർഫെക്റ്റ് ഹാർട്ട് ഷേപ്പ് കാണാൻ പറ്റും. ഡ്രാഗൺ ഫ്ലൈ ആണെങ്കിൽ നമുക്ക് അതൊരു പെർഫെക്റ്റ് ഹാർട്ട് ഷേപ്പ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. എനിവേ അങ്ങനെ ബീജം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നുള്ളത്, അതിന്റെ ലവ് സ്റ്റോറിയുടെ അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നുള്ളത് ഓവി പോസ്റ്റിംഗ് ആണ്, മുട്ടയിടുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, മുട്ടയിടുന്നുള്ള സമയത്ത് ആൺതുമ്പി പെൺതുമ്പിയുടെ ഈ കഴുത്തിന് പിടിച്ചത് വിട്ടിട്ടില്ല. അതായത് അത് സ്റ്റിൽ പെൺതുമ്പിയെ പിടിച്ചിട്ട് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ട മൊത്തം ഇടിച്ചിട്ട്, അതായത് അത് കൊടുത്ത ബീജം വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുട്ടകൾ മൊത്തം ഇടിപ്പിച്ചിട്ടേ ആരെ വിടുന്നുള്ളൂ, ഫീമെയിലിനെ വിടുന്നുള്ളൂ. അത്
സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ചില തുമ്പികൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആൺതുമ്പി അങ്ങനെ പൂർണ്ണമായിട്ട് അതിനെ ഫുൾ ടൈം പിടിച്ചു നിൽക്കുന്നതിന് പകരം അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട്, അതായത് പെൺതുമ്പി മുട്ടയിടുന്ന സമയത്ത് ആ ചുറ്റുവട്ടത്ത് പറന്ന് വേറെ ആൺതുമ്പികൾ ആ ഭാഗത്തൊന്നും വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇണചേർന്ന് കഴിഞ്ഞിട്ട് മുട്ടയിടുന്നതിന് മുമ്പ് വേറൊരു ആൺതുമ്പി വന്ന് ഈ ഫീമെയിലുമായിട്ട് ഇണചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ ആ വരുന്ന ആൺതുമ്പി തൊട്ടു മുമ്പ് ഇണചേർന്ന ആൺതുമ്പിയുടെ സ്പേമിനെ അതിൽ നിന്ന് നീക്കം ചെയ്യാറുണ്ട്. അപ്പം സ്വന്തം കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ മുട്ട ഇടിയിപ്പിച്ചതിന് ശേഷം മാത്രം ഫീമെയിലിനെ വിടുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഇമേജ്, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിന്റെ അറ്റത്ത്, ഈ ആദ്യത്തെ ചിത്രത്തിൽ അറ്റത്ത് ഒരു ബ്ലൂ കളർ, ബ്ലൂയിഷ് കളർ. അപ്പം തുമ്പിയുടെ മുട്ടയുടെ കളർ എന്തെന്നൊക്കെ ചിലപ്പം ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. നമ്മൾ മൊത്തത്തില് തുമ്പി മുട്ടയിടുന്ന സമയത്ത് ചിലപ്പം വലിയ ഡ്രാഗൺ ഫ്ലൈസ് ആണെങ്കിലൊക്കെ നമുക്ക് മഞ്ഞ കളറിൽ, ഇതേപോലെ ചില തുമ്പികളിൽ നീല കളറിലൊക്കെയുള്ള മുട്ടയുടെ, അതായത് ഒരു മുട്ടയായിരിക്കില്ല 100 കണക്കിന് മുട്ട ഒരുമിച്ചുള്ള ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്ലൂയിഷോ യെല്ലോയിഷോ ഒക്കെ കളറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ട് സംശയം വരും, ഒരു തുമ്പി എത്ര മുട്ടയിടും എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് അതിന്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. സാധാരണഗതിയിൽ ഡ്രാഗൺ ഫ്ലൈസ് 1000, 1500, 2500 മുട്ട വരെ ഇടുന്നതായിട്ട് ഒരു ദിവസം ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഡാംസൽ ഫ്ലൈ ആണെങ്കിൽ 1000 വരെയൊക്കെ ഇടുന്ന, 1000, 1500 ഒക്കെ ഇടുന്നതായിട്ട് കാണാം. അപ്പം ഇത് ഓരോ സ്പീഷീസിനനുസരിച്ച് മാറ്റം വരാം. അപ്പം ഒരു ജീവിത കാലയളവിൽ തന്നെ 1000 കണക്കിന് മുട്ട ഒരു തുമ്പി ഇടുന്നുണ്ടാവാം. അപ്പം അങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന്റെ മുട്ട വിരിയാൻ എത്ര സമയം എടുക്കും? സാധാരണഗതിയിൽ നമ്മൾ പറയുന്നുള്ളത് 5 മുതൽ 40 ദിവസം വരെ. അതും സ്പീഷീസിനനുസരിച്ച് മാറാം. സ്പീഷീസ് മാത്രമല്ല, വെള്ളത്തിലാണ് മുട്ടയിടുന്നതെന്ന് പറഞ്ഞു. വെള്ളത്തിലുള്ള അതിന്റെ ആ അവസ്ഥ, അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ സലൈനിറ്റി, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ pH, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പം 5 മുതൽ 40 ദിവസം വരെ എടുത്തിട്ട് അത് വിരിഞ്ഞു വരാം. അങ്ങനെ വിരിഞ്ഞുണ്ടാവുന്നുള്ളതാണ് അതിന്റെ ലാർവ. ലാർവ എന്ന് നമ്മൾ സാധാരണ പറയാറില്ല, നിംഫ് എന്നാണ് പറയുക. അപ്പം നിംഫ്, അപ്പം ഈ ഇങ്ങനെ ഉണ്ടായ നിംഫ് എത്ര കാലം കൊണ്ട് അഡൾട്ട് തുമ്പിയായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഓരോ സ്പീഷീസിനും കാലാവസ്ഥക്കും സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് മാറ്റം വരാം. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വിരിഞ്ഞ് വരുന്നുള്ള തുമ്പി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ തുലാത്തുമ്പി എന്ന് പറയുന്നുള്ളത് വളരെ ഫാസ്റ്റ് ആയിട്ട് 2 മാസത്തിനുള്ളിൽ അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് ഉണ്ടാവുന്നത്. ചിലത് 6 മാസം വരെ പറയാറുണ്ട്, ചിലത് 1 വർഷം, ചില അഡ്വേഴ്സ് കണ്ടീഷൻ ആണെങ്കിൽ ചില രാജ്യങ്ങളിലൊക്കെ 4 വർഷം വരെ, അതായത് തുമ്പിയുടെ ലാർവ വെള്ളത്തിൽ കിടന്നിട്ട് 4ാമത്തെ വർഷം വിരിഞ്ഞിറങ്ങുന്നതായിട്ടൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ലാർവ വിരിഞ്ഞ് എന്ത് ചെയ്യുന്നു, അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പാറക്കല്ലിൽ അല്ലെങ്കിൽ ചെടികളിലൊക്കെ വരും. അങ്ങനെ നമ്മൾ ഈ ഒരു അവസാനത്തെ ലാർവയെന്ന് പൊട്ടിച്ചിട്ട് അതിന്റെ അഡൾട്ട് ആയിട്ടുള്ള തുമ്പി പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ലാർവയുടെ കേസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനാണ് എക്സ്യുവേ എന്ന് പറയുന്നത്. അപ്പൊ തുമ്പി നിരീക്ഷണത്തില് ഇതും ഒരു പ്രധാനപ്പെട്ട രേഖയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം തുമ്പീനെ നമ്മൾ കണ്ടില്ലെങ്കിലും അതിന്റെ എക്സ്യുവേ, നമ്മൾ ആ വെള്ളത്തിന്റെ ഭാഗത്ത് പുല്ലുണ്ടെങ്കിൽ പാറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ തോട് നമുക്ക് കാണാൻ പറ്റും. അതായത് അവസാനത്തെ തുമ്പി വിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയാവുന്ന അതിന്റെ സ്കിൻ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് തുമ്പി ചെയ്യാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ അഡൾട്ട് ആണ്. അപ്പം ഈ വിരിഞ്ഞിറങ്ങുന്ന തുമ്പികൾക്ക് കൃത്യമായിട്ടുള്ള കളറൊന്നും ഉണ്ടാവില്ല. അതിന്റെ ചിറകുകളൊന്ന് വിരിഞ്ഞ് വെയിലൊക്കെ കൊണ്ട് പരമാവധി അതിലേക്ക് ഹീമോലിൻഫ്, അതിന്റെ രക്തം പമ്പൊക്കെ ചെയ്തിട്ട് ഒന്ന് മെച്ചുറായി വരണമെങ്കിൽ 1 മുതൽ 2 ആഴ്ച വരെ എടുക്കാം. അങ്ങനെ മെച്ചുവർ ആയിട്ടുള്ള അഡൾട്ടാണ് നമുക്ക് പറന്ന് നടക്കുന്നത് കാണാം. ഞാനൊരു ഇമേജ് കാണിക്കാം. ഇത് റൈസൻ ചേട്ടന്റെ ഇമേജ് ആണ്. അപ്പം ഇതിന്റെ പല ഘട്ടം, വെസ്റ്റാലിസ് ആണ്, ഒരു തണൽത്തുമ്പിയാണ്. അപ്പം അതിന്റെ വിരിഞ്ഞു വരുന്ന പല ഘട്ടങ്ങളാണ്. നിംഫ് വന്ന് ഇലയിൽ കയറി അത് പൊട്ടി ഇങ്ങനെ പുറത്തു വരുന്നുള്ളതാണ്. പുറത്തു വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ ചിറകുകൾ വളരെ കുഞ്ഞ്, അതായത് ചുരുങ്ങിയിട്ടുള്ള ചിറകുകളായിരിക്കും. മെല്ലെ മെല്ലെ ആ ചിറകുകളിലേക്ക് അതിന്റെ ബ്ലഡ് പമ്പ് ചെയ്ത് കൊടുത്തിട്ട് ചിറക് വിരിഞ്ഞു വരും. വിരിഞ്ഞു വന്ന് അതും കുറെ സമയം കഴിഞ്ഞ് കുറച്ച് വെയിലൊക്കെ കൊള്ളുന്ന സമയത്താണ് പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള അല്ലെങ്കിൽ അഡൾട്ട് ആയിട്ടുള്ള തുമ്പിനെ നമ്മൾ കാണുന്നത്. ഈ ഒരു ഘട്ടത്തില് സാധാരണഗതിയിൽ വേറെ ഏത് ഇൻസെക്ട് വന്നിട്ടും അല്ലെങ്കിൽ ഇതിനെ തുമ്പിനെ പിടിക്കുന്ന ഏത് ജീവിക്ക് വേണമെങ്കിലും ആ സമയത്തിൽ ഇതിനെ പിടിക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തുമ്പികൾ പകൽ നേരങ്ങളിൽ വിരിഞ്ഞിറങ്ങാറില്ല. രാത്രിയിലാണ് കൂടുതൽ തുമ്പികൾ, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് അതിരാവിലെ
ആണ് ഇത് വിരിഞ്ഞിറങ്ങാറുള്ളത്. ചില തുമ്പികൾ വളരെ റെയർ ആയിട്ട് ചില കടുവ തുമ്പികളൊക്കെ ഉച്ച സമയത്തും വിരിഞ്ഞിറങ്ങാറുണ്ട്. ആ ഉച്ച സമയത്ത് വിരിഞ്ഞിറങ്ങുന്ന തുമ്പികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അത് വിരിഞ്ഞിറങ്ങിയ സമയത്ത് അത് പെട്ടെന്ന് പറന്നു പോകും. അതുകൂടാതെ ഇനി വളരെ വീക്കായിട്ടുള്ള തുമ്പികൾ ഉണ്ടാവും. വളരെ വീക്കായിട്ടുള്ള പ്രോട്ടോസ്റ്റിക്റ്റ പോലെയുള്ള തുമ്പികളൊക്കെ വിരിഞ്ഞിറങ്ങി ഒന്ന് അതിന് പറക്കാനാവുന്ന സമയത്ത് അത് വളരെ ഉയരത്തിൽ പറക്കും. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് കുറെ മാറിയിട്ട് അത്യാവശ്യം നല്ല പൊസിഷനിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇരുന്ന് അവിടുന്ന് മെച്ചുവർ ആയതിനു ശേഷം മാത്രം വീണ്ടും തിരിച്ചു വരും. അപ്പൊ അതിന് ഓരോ തുമ്പികൾക്കും അതിൻ്റെതായ അനുകൂല അഡാപ്റ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇത് ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ ഫീൽഡിൽ പോയ സമയത്ത് ആകസ്മികമായിട്ട് എനിക്കൊരു തുമ്പിയുടെ മുട്ട കിട്ടി. അതായത് ഞാനൊരു തുമ്പിയെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഏത് സ്പീഷീസ് ആണെന്ന് പിടിച്ചു നോക്കേണ്ട ചില ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ പിടിച്ചു നോക്കുന്ന സമയത്ത് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഭാഗങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ എടുത്ത സമയത്ത് പെട്ടെന്ന് അതെന്ത് ചെയ്തു, അതിന്റെ പിൻഭാഗത്ത് നിന്നും ഒരുപാട് മുട്ടകൾ വന്നു. ഞാൻ അതിനെ കളക്ട് ചെയ്തു. ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്ന് ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പൊ ഈ വെള്ളത്തിലിട്ട് വെച്ച് നിങ്ങൾക്ക് ഈ വെള്ള കളറിൽ കാണുന്നൊക്കെ അതിന്റെ മുട്ടകളാണ്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ പോലും ഇല്ലാത്ത സൈസാണ്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ വെറുതെ നോക്കിയ സമയത്താണ് ഈ മുട്ടകളിൽ നിന്ന് പലതും വിരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമായിരിക്കും. ഈ മഞ്ഞ കളറിലുള്ളത് അത് വിരിഞ്ഞ് പകുതി പുറത്തു വന്നതാണ്. ഇവിടെ മഞ്ഞ കളറും ചുവന്ന തലയുള്ളത് അതതിന്റെ പ്രോ ലാർവയാണ്. മുട്ട വിരിഞ്ഞു വന്ന ലാർവയാണ്. അപ്പം ആ മുട്ടന്റെ ഉള്ളിലുള്ള അതിന്റെ ഫ്ലൂയിഡ്സ് ഒക്കെ തിന്നിട്ടായിരിക്കും അത് കുറച്ചുകൂടെ വലുതാവുക. ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രോ ലാർവ. ഈ ഒരു കോല് പോലെ കാണുന്നുള്ള വളരെ ഞാൻ ആദ്യമായിട്ടാണ് മുട്ട വിരിഞ്ഞ് തുമ്പീനെ കാണുന്നുള്ളത്. സാധാരണഗതിയിൽ ലാർവനെ കിട്ടി അതിനെ വളർത്തി റെയർ ചെയ്ത് വിടാറുണ്ട്. ഇനിയിപ്പോ ഇതിനെ മുട്ട വെച്ചിട്ട്, പക്ഷെ ഈ ഒരു തുമ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നല്ല ശുദ്ധജലം മാത്രം ഒഴുകുന്ന വെള്ളത്തിൽ മുട്ടയിടുന്ന ഒരു തുമ്പിയുടെ ആയിരുന്നു. വെള്ളത്തിൽ ഡയറക്റ്റ് ആയിട്ട് മുട്ടയിടുന്ന തുമ്പിയാണ്. ഇത് വളരെ സർവൈവ് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒന്ന് ഞാൻ കിട്ടിയപ്പോൾ നോക്കി, ഞാൻ ഇന്ന് ചെയ്ത വർക്കാണ്. ഇനി തുമ്പികള്, ചില തുമ്പികള് ഞാൻ വാക്ക് വിത്ത് VC യിൽ ആരോ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്ന് മുട്ടയിടുന്നുള്ളു. പ്രത്യേകിച്ചിട്ട് സുഡാഗ്രിയോൺ എന്നൊക്കെ പറയുന്നുള്ള സ്പീഷീസില് അത് വെള്ളത്തിനടിയിൽ, ആൺതുമ്പിയും പെൺതുമ്പിയും വെള്ളത്തിനടിയിൽ, അതായത് വെള്ളത്തിന് മുകളിൽ വെച്ചിട്ട് ഇണ ചേർന്ന് അത് ഈ തുമ്പി മുട്ടയിടുന്നുള്ളത് ഡയറക്റ്റ് വെള്ളത്തിൽ മുട്ടയിടുന്നതിന് പകരം അതിലെ തൊട്ടടുത്തുള്ള വെള്ളത്തിലുള്ള ചെടികളിൽ, പുല്ലുകളിലൊക്കെ അതിന്റെ ഇലയിലും തണ്ടിലൊക്കെ ഇങ്ങനെ ചെറിയ ഓട്ട ഉണ്ടാക്കി അതിനകത്ത് ഓരോ മുട്ടയായിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ മുട്ടയിട്ട് തുടങ്ങി അത് താഴോട്ടേക്ക് ഇങ്ങനെ പോകും. താഴെ പോയി വെള്ളത്തിലെത്തിയാലും അത് മുട്ടയിട്ട് തീർന്നിട്ടുണ്ടാവില്ല. അതിങ്ങനെ താഴോട്ട് പോയി അവസാനം എല്ലാം മുട്ടയിട്ടതിന് ശേഷമായിരിക്കും പുറത്തു വരിക. അപ്പൊ ഈ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇത് വെള്ളത്തിനടിയിലാണ് ആണും പെണ്ണും ഉള്ളത്. 20 മിനിറ്റ് ആണ് ഞാൻ ഇതിനു വേണ്ടി കാത്തുനിന്നത്. അതായത് മുട്ടയിടാൻ വേണ്ടി വെള്ളത്തിനടിയിൽ പോയി മുട്ടയൊക്കെ ഇട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആൺതുമ്പിയും പെൺതുമ്പിയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വെള്ളത്തിനടിയിൽ കിടന്നു മുട്ടയിടുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നേരിട്ട് വീക്ഷിച്ചൊരു കാര്യമാണ്. ഇത് നമ്മുടെ രാത്രി വീട്ടിലൊക്കെ ട്യൂബ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വന്ന് സൗണ്ട് ആക്കുന്ന ഒരു തുമ്പിയാണ്. ഇപ്പം സൂചിവാലൻ രാക്കുതിച്ചി എന്നൊക്കെ പറയുന്നുള്ള ഗൈനക്കാന്ത ദ്രാവിഡ എന്ന് പറയുന്നുള്ളതിന്റെ ഫീമെയിലാണ്. ഇത് നല്ല ചെളിയുള്ള, അതായത് അടിയിൽ ഇപ്പൊ നമ്മുടെ കുളമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മൺതിട്ടകൾ, സൈഡിലുള്ള മൺതിട്ടകളിൽ മുട്ടയിടും. നേരിട്ട് വെള്ളത്തിൽ മുട്ടയിടുന്നതിന് പകരം അതിന്റെ മൺതിട്ടകളിൽ മുട്ടയിട്ട് ആ മുട്ട മഴവെള്ളത്തോടൊപ്പം ഒലിച്ചിട്ട് ആ കുഴിയിലേക്ക് എത്തും. അവിടെ വെച്ചിട്ട് അത് വിരിഞ്ഞ് വരും. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു തുമ്പിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിനടുത്ത് ചെറിയ എന്താ പറയാ തെങ്ങിനൊക്കെ ചെറിയ കുഴിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മഴക്കാലത്ത് വെള്ളം നിൽക്കുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾ ലാറ്ററൈറ്റ് ഏരിയയിലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ലാർവനെ കാണാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾ കുഴി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചെറിയൊരു കുഴിയൊക്കെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലും ഈ സാധനം വന്ന് മുട്ടയിടും. ഇതിന്റെ ലാർവനെ നമുക്ക് കാണാൻ പറ്റും. നല്ല നീളത്തിലുള്ള ലാർവയാണ്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ലാർവയാണ്. നമുക്ക് ലാർവനെ റിയർ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ചില തുമ്പികള് പിന്നെ പ്രത്യേകിച്ചിട്ട് ലെസ്റ്റസ് എന്നൊക്കെ പറയുന്നുള്ള തുമ്പികള് ഇലയുടെ മുകളിൽ മുട്ടയിടാറുണ്ട്. അതായത് വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഇലയുടെ അറ്റത്ത് വന്നിട്ട് മുട്ടയിടും. അപ്പം മഴത്തുള്ളി വരുന്ന സമയത്ത് ആ തുള്ളിയോടൊപ്പം മുട്ട അവസാനം വെള്ളത്തിലെത്തുകയാണ്. അപ്പം വിരിഞ്ഞിറങ്ങുന്നത് വെള്ളത്തിലാവണം എന്നുള്ളതാണ്. അതേപോലെ കിണർത്തുമ്പി എന്ന് പറയുന്നുള്ളതും ഇലയുടെ മുകളിൽ ഇലയില് ഓരോ മുട്ടയും അട്ടിയായിട്ട് മുട്ടയിടുന്ന ഒരു തുമ്പിയാണ്. അങ്ങനെയുള്ളത് വളരെ റെയർ ആണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ട്.
അപ്പം ഇതാണ് അതിന്റെ ലാർവെ അല്ലെങ്കിൽ നിംഫ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സൂചിത്തുമ്പിയുടെ ലാർവയാണ്. നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. അതിന്റെ ശരീരം എന്ന് പറയുന്നത് വളരെ നേരിയ ശരീരം. അത് മാത്രമല്ല അതിന്റെ പുറകിൽ ഏറ്റവും അവസാനം നീളത്തിലുള്ള ഈ ഒരു വലിയൊരു സൈസിലുള്ള ഗില്ല്, അതിന് ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള അവയവം നമുക്കിതിൽ കാണാൻ പറ്റും. ഇതാണ് ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈയുടെ ഗില്ല് നമുക്ക് കാണാൻ പറ്റില്ല, ഗില്ല് ഇന്റേണൽ ആണ്, കുറച്ചുകൂടെ വലിയ ശരീരമായിരിക്കും. ഈ ഒരു സാധനത്തിന് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, വീട്ടിൽ ടാങ്ക് ഉണ്ടെങ്കിൽ, ഓപ്പൺ ടാങ്ക് ഉണ്ടെങ്കിൽ, സിമെന്റിന്റെ ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമ്മൾ കഴുകാനൊക്കെ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുമരിൽ ഇതിന്റെ എക്സ്യൂവിയെ പറ്റി പിടിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും, ബ്രൗൺ കളറിൽ. ചിലപ്പോൾ കഴുകുന്ന സമയത്ത് തന്നെ ആ വെള്ളത്തിൽ ഈ ഒരു കളറുള്ള ഒരു ബ്രൗൺ കളറൊക്കെയുള്ള ഒരു പ്രാണി, ഒരു ഇഞ്ചൊക്കെ വരുന്ന, ഒരു ഇഞ്ച് അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയൊരു പ്രാണീനെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മതിൽ തുമ്പിയുടെ ലാർവയാണ്. നമ്മുടെ ഇതിലൊക്കെ ടാങ്കിലൊക്കെ, വീട്ടിലെ ടാങ്കിൽ മുട്ടയിടുന്നുള്ളതാണ് ഈ ഒരു ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്നത്. ഇത് അതിന്റെ എമേർജിങ് ആണ് കാണിക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് ഈ ഒരു 20 മിനിറ്റ് കൂടി നമുക്ക് സമയമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തുമ്പികള്, ഡ്രാഗൺ ഫ്ലൈസ് ഉണ്ട്, സൂചിത്തുമ്പി ഉണ്ട്, കല്ലൻ തുമ്പി ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് 7 ഫാമിലി വീതമാണ് 2 ഇതിലുള്ളത്. അതായത് 14 ഫാമിലി. ഇപ്പൊ നിലവിൽ 2 ഫാമിലി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പം കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നുള്ളത് 7 ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാമിലി മാത്രം കാണിച്ചു പോകണമെങ്കിൽ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു ഫാമിലി എന്ന് പറയുന്നത് ലെസ്റ്റിഡെ. ഇത് ഡാംസൽ ഫ്ലൈ ആണ്, സൂചിത്തുമ്പിയാണ്. സൂചിത്തുമ്പിയുടെ ക്യാരക്ടറായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് അതിന്റെ ചിറക് പൂട്ടി വെക്കും എന്നുള്ളതാണ്. ഇരിക്കുന്ന റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിറക് പൂട്ടി വെക്കും. പക്ഷെ ചേരാചിറകൻ തുമ്പികള് ചിറക് പൂട്ടി വെക്കില്ല, പകരം ചിറക് പകുതി വിടർത്തി വെക്കുന്നുള്ളതാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ചിലപ്പം വിടർത്തി വെക്കാറൊക്കെ ഉണ്ട്. ചേരാചിറകൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഇമേജ് നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ അബ്ഡോമൻ വളരെ നേരിയതാണ്, കണ്ണ് രണ്ടും 2 സൈഡിലാണ്. ചിറക് പൂട്ടി വെക്കുന്നതിന് പകരം ചിറക് തുറന്നു വെക്കുന്നുള്ള ഗ്രൂപ്പാണ്. അപ്പൊ ലെസ്റ്റസ് ഇലേറ്റസ്, ലെസ്റ്റസ് മലബാറിക്കസ് ഒക്കെ ഇതിൽ വരുന്നുള്ളതാണ്. ഇതാണ് ലെസ്റ്റസ് പ്രൈമോസസ്, ലെസ്റ്റസ് ഡൊറോത്തിയ. ഇത് രണ്ടും, ഈ ലെസ്റ്റസ് പ്രൈമോസസും ഡൊറോത്തിയും കാണാൻ ഒരേപോലെ ഉണ്ടാവും. ഈ തുമ്പികൾക്ക് അതിന് ജീവിക്കാൻ വേണ്ടി അതിന് ഓരോന്നിനും അതിൻ്റെതായ മൈക്രോ ഹാബിറ്റ് ഉണ്ട്. ഓക്കെ, ആ മൈക്രോ ഹാബിറ്റാറ്റിൽ മാത്രമേ അത് സർവൈവ് ചെയ്യുള്ളൂ. അപ്പം ഇത് ഈ ലെസ്റ്റസ് പ്രൈമോസസും ലെസ്റ്റസ് ഡൊറോത്തിയും ഒരുപാട് വർഷം രണ്ടും ഒന്നാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീടാണ് അത് രണ്ടും 2 എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. അതിന്റെ മാർക്കിംഗ് ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇവിടെ ഈ തൊറാക്സ് നോക്കിയാലും കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇതിന്റെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ നീല കുത്തുകൾ ഇവിടെ അതിനില്ല. അതൊക്കെ വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഫീൽഡിൽ വളരെ എളുപ്പമാണ്. ഈ ഡൊറോത്തിയ എന്ന് പറയുന്നത് പ്രൈമോസസിനെക്കാളും കുറച്ചുകൂടെ വലിയതാണ്. ഓക്കെ, അത് മാത്രമല്ല ഈ ഡൊറോത്തിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പ്രൈമോസസ് സാധാരണഗതിയിൽ നമ്മുടെ കണ്ടത്തിൽ, അഥവാ പാടത്തിലൊക്കെയുള്ള പുല്ലിൽ നമുക്ക് നേരിട്ട് മുട്ടയിടുന്ന കാണാൻ പറ്റും. ഡൊറോത്തി അങ്ങനെയല്ല. ഡൊറോത്തിയ എന്ന് പറയുന്നുള്ളത് മിക്കവാറും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം, അതായത് കുളം, കിണർ അങ്ങനെയുള്ളതിൽ ആണ് നമ്മൾ കാണുന്നുള്ളത്. അത് മാത്രമല്ല ആ കിണറിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുള്ള മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ, അതിന്റെ ഇലയുടെ മുകളിലാണ് ഇത് മുട്ടയിടുന്നത്. അപ്പം ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു കിണറിലോ കുളത്തിന്റെയോ ഉള്ളില് സാധാരണഗതിയിൽ ഈ ഒരു കളറുള്ള തുമ്പിനെ കാണുകയാണെങ്കിൽ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുക, അത് ഡൊറോത്തി ആവാനാണ് സാധ്യത, പ്രൈമോസസ് അല്ല. കാണാനൊക്കെ ഒരേപോലെയാണ്, പക്ഷെ അതിന്റെ സ്വഭാവം എൻറ്റയർലി ഡിഫറെന്റ്. ഇതാണ് അടുത്ത ഫാമിലി, പ്ലാറ്റിസ്റ്റിക്റ്റിഡെ, നിഴൽ തുമ്പികൾ എന്ന് വിളിക്കും. വളരെ നേരിയ, അതായത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് നൂൽത്തുമ്പി എന്ന് വേണമെങ്കിലും വിളിക്കാം. വളരെ നേരിയ നൂല് പോലെയുള്ള അബ്ഡോമൻ ഉള്ള തുമ്പി വിഭാഗമാണ്. പ്രോട്ടോസ്റ്റിക്റ്റ ഒക്കെ വരുന്നുള്ള, ഇൻഡോസ്റ്റിക്റ്റ ഡെക്കാനൻസിസ്, പ്രോട്ടോസ്റ്റിക്റ്റ എന്നൊക്കെ പറയുന്നുള്ള. അപ്പം ഇത് നല്ലോണം ഷേഡിന് ഇഷ്ടപ്പെടുന്നുള്ള തുമ്പികളാണ്. നല്ല അതായത് ശുദ്ധജലം വേണം, ഒഴുകുന്ന ശുദ്ധജലം വേണം, അതിൻ്റെ അടുത്ത് നല്ല ഷെയ്ഡ് ഉണ്ടെങ്കിൽ, തണലുള്ള പ്രദേശം ഉണ്ടെങ്കിൽ അവിടെ കാണുന്നുള്ള തുമ്പിയാണ് ഈ പ്രോട്ടോസ്റ്റിക്റ്റ എന്ന് പറയുന്നത്. അതേപോലെ ഇൻഡോസ്റ്റിക്റ്റ ഡെക്കാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് മാത്രമേ കാണുന്നുള്ളൂ. കാസർഗോഡ് ജില്ലയിൽ ഞാൻ ആകെ കമ്മാടം കാവിൽ മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ. ബാക്കി കണ്ട എല്ലാ സ്ഥലവും, കമ്മാടം കാവാണ് നല്ല ഇരുട്ടാണ് അതിനകത്ത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇരുട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടു, അതായത് നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ. അടുത്തതാണ് മരതക തുമ്പികൾ എന്ന് പറയുന്നത്, കാലോപ്റ്ററിക്കിഡി എന്ന് പറയുന്നുള്ളത്. ഇത് സൂചിത്തുമ്പികളിൽ നല്ല വലുപ്പമുള്ള തുമ്പികളാണ്. ഈ തുമ്പികളെ നമ്മൾ ഫീൽഡ് എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാട്ടിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ കവുങ്ങും തോട്ടോ അല്ലെങ്കിൽ സ്ട്രീമുണ്ട്, ചെറിയ നീരുറവൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ പോവുകയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ചെടികളുടെ മുകളിൽ വന്നിരിക്കുന്നുണ്ടാവും ഈ ഒരു തുമ്പി. നല്ല വലുപ്പമുള്ള റൈറ്റ് സൈഡിലുള്ളതാണ്
വെസ്റ്റാലിസ്. ഇതിന്റെ അറ്റത്ത് ചിലപ്പോൾ ഒരു പൊട്ടുള്ളതും കൂടി ഉണ്ടാവാറുണ്ട്. ഇതാണ് ഈ പൊട്ടുള്ള തുമ്പി. പൊട്ടുള്ളതുണ്ട്, ചെറിയ പൊട്ടുള്ളതുണ്ട്, ഒട്ടും പൊട്ടില്ലാത്തതുണ്ട്. മൂന്ന് സ്പീഷീസ് ആണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതേ സ്ഥാനത്ത് ഈ ഒരു ന്യൂറോബേസിസ് ചൈനൻസിസ്, പീലിത്തുമ്പി എന്ന് പറയുന്നുള്ള ഈ തുമ്പി നല്ല ഒഴുകുന്ന തോട് അല്ലെങ്കിൽ പുഴയിൽ പൊങ്ങി നിൽക്കുന്ന കല്ലുകളിൽ വന്നിരിക്കുന്നുണ്ട്. ഇത് ചിറക് വിരിച്ചു കഴിഞ്ഞാൽ നല്ല നീല കളറോ പച്ച കളറോ സൂര്യപ്രകാശത്തിന്റെ ആംഗിളിനനുസരിച്ചിട്ട് എന്താണ് കളർ ചിലപ്പോൾ മാറാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തുമ്പിയാണ്. അത് ആൺതുമ്പിയാണ്, പെൺതുമ്പിയാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാത്ത തീരെ ഒഴുകാത്തടത്തൊന്നും, വെള്ളം ഒഴുകാത്തടത്തൊന്നും നമ്മൾ ഇതിനെ കാണില്ല. ഒഴുകുന്ന വെള്ളത്തിൽ പാറയില് നമ്മൾ ഇതിനെ കാണും. ഇത് ചെറിയ വ്യത്യാസത്തിന്റെ പേരിൽ വേറെ സ്പീഷീസ് ആണ്. ഇതിന് പൊട്ട് വലിയ കറുത്ത പൊട്ടാണ്. ഒരു സ്കെയിൽ വെച്ച് മാർക്ക്, അല്ലെങ്കിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് സ്പ്രേ പെയിന്റ് അടിച്ചതുപോലെ ഉണ്ടാവും. അതേ സ്ഥാനത്ത് ഇത് സ്കെയിൽ വെക്കാണ്ട് സ്പ്രേ പെയിന്റ് അടിച്ചതുപോലെയാണ്. ഈ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് സബ്മൊണ്ടാന എന്ന് പറയുന്ന കാട്ടുതണൽ തുമ്പി. അടുത്തതാണ് ക്ലോറോസൈഫിഡെ, നീർരത്നങ്ങൾ. നീർരത്നങ്ങൾ നമ്മളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. ഇതും ഒഴുകുന്ന അരുവികളിൽ തോടുകളിൽ മാത്രമേ കാണുള്ളൂ. അപ്പം ഇതിന്റെ കളറ്, ഇത് നീർമാണിക്യം എന്ന് പറയുന്നുള്ള ഇതിനെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഇതാണ് റൈറ്റ് സൈഡിലുള്ളതാണ് തവളക്കണ്ണ് എന്ന് പറയുന്നത്. ഇത് ആൺതുമ്പികള് ടെറിട്ടറിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും നന്നായിട്ട്. അതായത് അടിപിടി കൂടുന്നതായിരിക്കും നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. നല്ല ഒഴുകുന്ന അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലത്ത് നമുക്ക് ഇതിനെ കാണാം. ഇത് അതിന്റെ രണ്ടിന്റെയും പെൺതുമ്പികളാണ്. അടുത്തതാണ് യൂഫിഡെ, അരുവിയന്മാർ എന്ന് പറയുന്നത്. ഈ അരുവിയന്മാർ എന്ന് പറയുന്നുള്ള ഈ തുമ്പികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതാണ് ഇനിയൊരു തുമ്പി കൂടിയുണ്ട്, വയനാടെൻസിസ്, അതിനകത്ത് കൊടുത്തിട്ടില്ല. ഇതും നല്ല ശുദ്ധജലമുള്ള ഒഴുകുന്ന തോടുകളിൽ മാത്രമേ കാണാൻ പറ്റൂ. അത് മാത്രമല്ല, ഈ അരുവിയൻ തുമ്പി നമുക്ക് വെള്ളത്തിന്റെ ശുദ്ധജലത്തിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കൂടി പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പൊല്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഈ അരുവിയൻ തുമ്പി അവിടുന്ന് അപ്രത്യക്ഷമാവും. അപ്പൊ നല്ലൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു തുമ്പിയാണ് ഇത്. ഡിസ്ഫേ എത്തിയില്ല. ഇത് ഈ യൂഫിയ എന്ന് പറയുന്നുള്ള അരുവിയൻ തുമ്പികള് അത്യാവശ്യം എന്താ പറയാ പുഴയിലൊക്കെ ഉണ്ടാവും, തോടുകളിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഡിസ്പ്ലേ എത്തിയില്ല എന്ന് പറയുന്നുള്ളത് നല്ലോണം ഒഴുകുന്ന അത്യാവശ്യം കുറച്ചുകൂടി വലിയ തോടുകളിൽ മാത്രമേ ഇതിനെ കാണൂ. അടുത്തതാണ് പാൽത്തുമ്പികൾ എന്ന് വിളിക്കുന്നുള്ള പ്ലാറ്റിക്നിമിഡേ എന്ന് പറയുന്നുള്ള തുമ്പികളാണ്. തുമ്പിയിൽ ഇതിൽ അതായത് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൂപ്പും കൂടിയാണ്. എല്ലാം മുളവാലന്മാരാണ്. ഒരുപാട് മുളവാലന്മാരുണ്ട്. പൊതുവിൽ നീലയും കറുപ്പുള്ള നല്ല വലിയ അബ്ഡോമൻ ഉള്ള, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന്റെ ചിറക് അബ്ഡോമനെക്കാളും ചെറുതാണ്. നിങ്ങൾ തൊട്ടു മുമ്പിൽ കണ്ട അരുവിയന്മാരാണെങ്കിൽ അത് അബ്ഡോമനും അതിന്റെ ചിറകും നോക്കി പ്രൊപ്പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെയാണ്. അതേ സ്ഥാനത്ത് ഈ മാണിക്യന്മാരുടെ അബ്ഡോമനെക്കാളും വലുതാണ് അതിന്റെ ചിറക് എന്ന് പറയുന്നത്. ഓക്കെ, അതേ സ്ഥാനത്ത് അതിനു മുമ്പ് പറഞ്ഞ പ്ലാറ്റിസ്റ്റിക്കിന്റെ ആണെങ്കിൽ അതിൽ ചിറക് വളരെ ചെറുതായിരിക്കും അബ്ഡോമനെക്കാളും. അപ്പം ഈ ഒരു ഗ്രൂപ്പിൽ ഒരു പകുതി വരെയൊക്കെ അല്ലെങ്കിൽ പകുതിനേക്കാളും കൂടുതലായിരിക്കും അതിന്റെ ചിറകിന്റെ നീളം ഉണ്ടാവുക. ഇത് വളരെ കോമൺ ആയിട്ടുള്ള മഞ്ഞക്കാലി പാൽത്തുമ്പി, അതേപോലെ ചെങ്കൊലി പാൽത്തുമ്പി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിനടുത്തൊക്കെ വളരെ കോമൺ ആയി ഏത് തോടിലും കാണുന്ന ഒരു തുമ്പിയാണ്. ഇത് അതിന്റെ ഗോസ്റ്റ് ഫോം എന്ന് പറയും. നമുക്ക് കളറ് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യാതെ ഒരു വെള്ള കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ കൊപ്പീര വിട്ടേറ്റ, കൊപ്പീര മാർജിനിപ്പസ് എന്നൊക്കെ പറയുന്നുള്ളത് ഇതിന്റെ കുറുവാല് അല്ലെങ്കിൽ ആനൽ അപ്പൻഡേജിലെ സ്ട്രക്ചർ ഒക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഇത് ഒനിച്ചാർജിയ എന്ന് പറയുന്നുള്ളത്. അടുത്തതാണ് നിലത്തന്മാർ എന്ന് വിളിക്കുന്നുള്ള സീനാഗ്രിയോണിഡെ എന്ന് പറയുന്നുള്ള നാരോ മീൻസ് ആയിട്ടുള്ള ഈ ഒരു തുമ്പി നേരത്തെ തൊട്ടു മുമ്പ് കാണിച്ച തുമ്പീനെ പോലെ നമുക്ക് തോന്നുമെങ്കിലും കളറ് സൈസൊക്കെ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, ഇത് പുല്ലിന്റെ മുകളിലാണ് സാധാരണ നമ്മൾ ഇരുന്ന് കാണാറുള്ളത്. പുല്ലിന്റെ മുകളിലൊക്കെ ഇരിക്കുന്നുള്ള അഗ്രിയോപ്നെമിസ് ആണ്. അപ്പൊ അതിന്റെ ഫീമെയില്, സോറി ഞാൻ അതിൽ ഒരു ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും ചെറിയ തുമ്പി. ലെഫ്റ്റ് സൈഡിലുള്ളത് ആൺതുമ്പി, ഇത് റൈറ്റ് സൈഡിലുള്ള പെൺതുമ്പി. പത്തിപ്പുൽച്ചെന്നൻ എന്ന് പറയുന്നുള്ള കേരള ഡാർട്ടില് അഗ്രിയോപ്നെമിസ് കേരളൻസിസ് എന്ന് പറയുന്നുള്ള തുമ്പിയാണ്. ഇതൊക്കെ അതിൽ വരുന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ചതുപ്പന്മാര്, നാട്ടുചതുപ്പൻ, സിന്ധുദുർഗ് ചതുപ്പൻ എന്നൊക്കെ പറഞ്ഞ നല്ല രസമുള്ള മഞ്ഞ കളറുള്ള ഈ തുമ്പിയുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ആർക്കും ഇതിനെ ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മളെ കണ്ടാൽ ഇത് കൂടുതലായിട്ടൊന്നും പറന്നു പോകുന്നില്ല, അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിൽ തന്നെ ഒലിവേഷൻ എന്നൊക്കെ പറയുന്നുള്ളതുണ്ട്. ഇതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു തുമ്പി എല്ലാ തുമ്പിയും കഴിഞ്ഞ് സീസൺ കഴിയാറാവുമ്പോഴത്തേക്ക് വരുന്നുള്ള ഒരു തുമ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ചിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന തുമ്പിയാണിത്. ഇത് മഞ്ഞപ്പുൽ മാണിക്യം, വളരെ ചെറിയൊരു തുമ്പി. വെള്ളമുള്ള ചതുപ്പിനോട് ചേർന്നിട്ടുള്ള പുല്ലിൽ നിറയെ കാണും. 100 കണക്കിന്
പുൽമാണിക്കിനെ ഒരുമിച്ച് കാണാൻ പറ്റും. ഇത് വേറൊരു തുമ്പി. നമ്മൾ സാധാരണഗതിയിൽ തോട്ടിലൊക്കെ പോകുന്ന സമയത്ത്, കുളത്തിലായാലും തോട്ടിലായാലും അതിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നുള്ള പുല്ലിന്റെ അറ്റത്ത് വന്നിരിക്കുന്നുള്ള തുമ്പിയാണ്. അപ്പോൾ ഒരു പുൽക്കൊടിയിൽ തന്നെ നമുക്ക് 3 or 4 ഒക്കെ ഈ ഒരു നീലയും കറുപ്പുള്ള തുമ്പിനെ കാണാൻ പറ്റും. പൂത്താലി എന്നാണ് വിളിക്കുന്നത്. ഒരുപാട് പൂത്താലിമാർ നമുക്കുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ പൂത്താലികൾ തമ്മിലുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇത് അതേപോലെയുള്ളതാണ്. ഇതാണ് കാലോസൈഫ ലൈഡ്ലാവി എന്ന് പറയുന്നുള്ള മേഘവർണ്ണം. കേരളത്തിൽ അത്യപൂർവമായിട്ടുള്ള ഒരു തുമ്പിയാണ്. ആദ്യകാലങ്ങളിൽ ഇത് മിരിസ്റ്റിക്ക സ്വാമ്പ്, എന്താ പറയാ, മിരിസ്റ്റിക്ക സ്വാമ്പിനെ മലയാളത്തില് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? മിരിസ്റ്റിക്ക സ്വാമ്പ്, മിരിസ്റ്റിക്ക ചതുപ്പ് സർ. മിരിസ്റ്റിക്ക ചതുപ്പില് കാണുന്ന തുമ്പിയാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, മിരിസ്റ്റിക്ക ഇല്ലാത്ത സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. കേരളത്തിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കർണാടകയിൽ റിപ്പോർട്ട് ഉണ്ട് ഒരുപാട്. ഇത് പച്ചക്കണ്ണൻ ചേരാച്ചിറകൻ എന്നൊക്കെ പറയുന്നുള്ള തുമ്പിയാണ്. കുറേ കാലം ആരും ഒരു 10-80 വർഷത്തോളം ആരാലും തിരിച്ചറിയപ്പെടാതിരിക്കുകയും പിന്നീട് ഒരു കോവിഡിന്റെ ആ സമയത്തൊക്കെ തിരിച്ചറിയപ്പെടുകയും ചെയ്തൊരു തുമ്പിയാണ്. ബാക്കിയുള്ള എല്ലാ തുമ്പിനെ നമ്മൾ പുല്ലിലൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ തുമ്പിനെ കാണണമെങ്കിൽ പുല്ല് ചിലപ്പോൾ കാണാൻ വളരെ അപൂർവമാണ്. അതേ സ്ഥാനത്ത് ഈ ചതുപ്പ് നിലങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളുടെ കമ്പുകളിൽ തൂങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഇതിനെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഇനിയുള്ളത്, സൂചിത്തുമ്പികളുടെ 7 ഫാമിലിയും കഴിഞ്ഞു. ഇനി നമ്മുടെ കല്ലന്തുമ്പികളുടെ 7 ഫാമിലിയാണ്. പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇതാണ് കല്ലന്തുമ്പികളുടെ ആദ്യത്തെ ഫാമിലി എന്ന് പറയുന്നത്, ആഷ്നിഡേ എന്ന് പറയുന്നുള്ളത്. സൂചിവാലൻ കല്ലന്തുമ്പികൾ, അതായത് നല്ല വലുപ്പം ഉണ്ടാവും. അതേ സ്ഥാനത്ത് അതിന്റെ അബ്ഡോമൻ, ഉദരം നല്ല നീളവും ഉണ്ടാവും. അത് മാത്രമല്ല, ഈ എല്ലാ ചിത്രം നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ആ തുമ്പികൾ തൂങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അതായത് വെർട്ടിക്കൽ ആയിട്ടാണ്, കംപ്ലീറ്റ് വെർട്ടിക്കൽ അല്ലെങ്കിലും വെർട്ടിക്കൽ ആയിട്ടാണ് ഇരിക്കുന്നുള്ളത്. ഒരു കമ്പിൽ തൂങ്ങിയിരിക്കുന്ന ജീവികളാണ്. ഇത് ഇരുന്ന് കിട്ടാൻ നല്ല പാടാണ്. നല്ലോണം പറന്ന് നടക്കുന്ന തുമ്പികളാണ്. അടുത്തതാണ് ഗോംഫിഡേ എന്ന് പറയുന്നത്, കടുവാ തുമ്പികൾ. അപ്പം കടുവാ തുമ്പികൾ വെച്ചാൽ കറുപ്പും മഞ്ഞയും കളറുള്ള ഒരു ഗ്രൂപ്പാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ കറുപ്പും മഞ്ഞയും കളറുള്ള തുമ്പികളാണ്. അതിന്റെ ക്ലബ് ടൈൽസ് എന്നാണ് വിളിക്കുക. അതിന് കാരണം ഇതിന്റെ ഈ അബ്ഡോമന്റെ അറ്റത്തുള്ള പൊങ്ങിയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറാണ് അതിനെ ക്ലബ് ടൈൽ എന്ന് വിളിക്കുന്നത്. ഇത് നാട്ടുകടുവ, ഇക്തിനോബോംഫസ് റെപ്പാക്സ് എന്ന് പറയുന്നുള്ള തുമ്പിയാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. പക്ഷെ കടുവാ തുമ്പികൾ ഒരുപാടുണ്ട്. ഇത് ചൂണ്ടവാലൻ കടുവ, ഇതും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്നുള്ളതാണ്. ഒരുപാട് കടുവാ തുമ്പികൾ വളരെ റെയർ ആയിട്ടുള്ളതുമാണ്. അപ്പൊ മഞ്ഞയും കറുപ്പും ഉള്ള തുമ്പികളെ കണ്ടാൽ നിങ്ങൾ ഒന്നുകൂടെ നോക്കണം. ഇതാണ് അടുത്തത്, ക്ലോറോഗോംഫിഡേ എന്ന് പറയുന്നത്, മലമുത്തന്മാരെന്ന് പറയുന്നുള്ളത്. നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിൽ മാത്രം നമുക്ക് ഇതിനെ കാണാൻ പറ്റൂ. നമുക്ക് 2 മലമുത്തന്മാരാണ് ഉള്ളത്. പിന്നെ ആനമലയിലും അതേപോലെ നീലഗിരിയിലെ ടോപ്പിലൊക്കെ കാണുന്നതാണ്. നാട്ടിൻപുറത്ത് ഇതിനെ കാണാൻ പറ്റില്ല. ഇതും വെർട്ടിക്കലി ഇരിക്കുന്നതാണ്, തൂങ്ങിയിരിക്കുന്ന തുമ്പിയാണ്. അതേ സ്ഥാനത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കടുവ തുമ്പി തൂങ്ങിയിരിക്കില്ല, അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇരിക്കുന്നുള്ളത്. ഇത് മഞ്ഞയും കറുപ്പ് തന്നെയാണ്, പക്ഷെ മെറ്റാലിക് കറുപ്പായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഇപ്പം തൂങ്ങിയിരിക്കുന്നുള്ളതാണ്. അടുത്തതാണ് നീർക്കാവലന്മാർ, മാക്രോമിഡിഡേ എന്ന് വിളിക്കുന്നുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർട്ടിക്കലായിട്ട് ഇരിക്കുന്ന തുമ്പികളാണ്. അപ്പോൾ അതിന്റെ സ്ട്രക്ചറിലും വിങ്ങിലൊക്കെയുള്ള പാറ്റേൺ വെച്ചിട്ടാണ് അതിനെ ഫാമിലി മാറ്റിയിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗോംഫിഡ് അഥവാ കടുവ തുമ്പികളെ പോലെ തോന്നും. പക്ഷെ ഇരുത്തം, അതിന്റെ ഇര തേടുന്ന രീതിയൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ തിരിച്ചറിയാൻ പറ്റും. കണ്ണ്, അതിന്റെ കളറൊക്കെ മെറ്റാലിക് കളർ ആയിരിക്കും. ഇതാണ് അടുത്ത ഫാമിലി, കോർഡുലിഡേ എന്ന് പറയുന്നത്, മരുതക കണ്ണന്മാർ. നമുക്ക് ആകെ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, ഹെമികോഡുലിയ ഏഷ്യാറ്റിക്ക എന്ന് പറയുന്ന ഒറ്റ സ്പീഷീസ് മാത്രമേ ഇതുള്ളൂ. ഇതാണ് ഹെമികോഡുലിയ ഏഷ്യാറ്റിക്ക എന്ന് പറയുന്നുള്ളത്. ഒരു കാലത്ത് ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിലും മൂന്നാറിലും ഈ പെരിയാർ ടൈഗർ റിസർവിലും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്ന തുമ്പിയാണ്. പക്ഷെ കോവിഡിന്റെ സമയത്ത് കാസർഗോഡ് ലാറ്ററൈറ്റിൽ ഒരു വീട്ടില് കിണറ്റില് മുട്ടയിടുന്നതായിട്ട് കാണുകയും വിരിഞ്ഞിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തൃശ്ശൂരും ഒരു കടലിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തും ഇതിനെ കണ്ടിട്ടുണ്ട്. ഇതാണ് ഈ ഡ്രാഗൺ ഫ്ലൈസിലെ ഏറ്റവും വലിയ ഫാമിലി, ലിബെലുലിഡേ എന്ന് പറയുന്നുള്ള നീർമുത്തന്മാർ എന്ന് വിളിക്കുന്നുള്ള തുമ്പികളാണ്. അപ്പം ഇതിനകത്താണ് നമ്മൾ സാധാരണ കാണുന്ന ഒരുപാട് തുമ്പികൾ. ഞാൻ ഒന്നിനും പേര് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. ഇതിലാണ് നമ്മുടെ തുലാത്തുമ്പി വരുന്നുള്ളത്. തുലാത്തുമ്പിനെ നമ്മൾ ഓർമ്മിച്ചിരിക്കണം. കാരണം നമ്മൾ സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് തുമ്പികൾ പറന്ന് നടക്കുന്നത് കാണാൻ പറ്റും. അത് ഒറ്റ സ്പീഷീസ് ആണ്, തുലാത്തുമ്പി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. അത് ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന തുമ്പികളാണ്. ആഫ്രിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പൊ നമ്മുടെ മൺസൂൺ മഴ വന്നു തുടങ്ങി. അപ്പൊ അതിനോടൊപ്പം
ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇപ്പൊ ഇത് കയറി വന്നിട്ടുണ്ടാവും. നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ഈ പെൻഡാല ഫ്ലവേഴ്സിനെ കുറച്ചുകൂടെ കാണാൻ പറ്റും. പിന്നെ കാണില്ല. പിന്നെ നമ്മൾ കൂടുതലും കാണുന്നുള്ള സെപ്റ്റംബറിലായിരിക്കും. അതിന്റെ ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതാണ് ഈ തുലാത്തുമ്പി, പെൻഡാല ഇങ്ങനെ പറന്ന് നടക്കുന്നുള്ളതാണ്. മകുടിവാലൻ തുമ്പി എന്ന് പറയുന്നുള്ളത്, തവിട്ടുവെണ്ണീരൻ, ഇതൊക്കെ നമ്മുടെ പാടങ്ങളിലൊക്കെ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ളതാണ്. ചെറുവെണ്ണീരൻ. ഇതാണ് ബ്രാക്കിത്തമിസ് കണ്ടാമിനേറ്റ എന്ന് പറയുന്നുള്ളത്. അതായത് ഈ തുമ്പി കുറച്ച് നമ്മൾ തുമ്പീനൊക്കെ ഇഷ്ടപ്പെടുമെങ്കിലും ഈ തുമ്പിയുടെ സാന്നിധ്യം അത്ര നമ്മൾ സന്തോഷത്തോടെ കാണേണ്ടതല്ല. കാരണം ആ ജലാശയം മലിനമാണ് എന്നുള്ളതിനൊരു തെളിവും കൂടിയാണ് ഒരു ബ്രാക്കിത്തമിസ് കണ്ടാമിനേറ്റ്. വെച്ചാൽ നല്ല ശുദ്ധജലത്തിനകത്ത് നമ്മൾ ഇതിനെ കാണില്ല. കുറച്ചുകൂടെ മലിനമായ ജലത്തിലാണ് ഇതിനെ കൂടുതലായിട്ട് കാണുന്നത്. ഇതാണ് ബ്രാഡിനോപൈഗ ജെമിനേറ്റ, നമ്മുടെ മതിൽ തുമ്പി എന്ന് പറയുന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ വീട്ടിലെ ടാങ്കിനകത്ത് മുട്ടയിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് ബ്രാഡിനോപൈഗ കോങ്കണൻസിസ് എന്ന് പറയുന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലാണ്, കേരളത്തിൽ ഇതിനെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ തുമ്പിയുടെ കളറൊക്കെ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. ചുവന്ന കളറുള്ള തുമ്പി തന്നെ ഒരു 8ഓ 9ഓ ഇനം സ്പീഷീസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൽ 4 ചുവന്ന കളറുള്ള തുമ്പിനെ കൊടുത്തിട്ടുണ്ട്. 4ഉം 4 സ്പീഷീസ് ആണ്. അപ്പം കളർ വെച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് സ്പീഷീസിനെ പറയാൻ പറ്റില്ല. പക്ഷെ എളുപ്പമാണ്. ഈ വയൽത്തുമ്പിയിൽ നോക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കറുത്ത ലൈൻ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട് വയറില്. അതേ സ്ഥാനത്ത് ചെമ്പൻ തുമ്പിക്ക് കറുത്ത വരയേ ഇല്ല. പൊഴിത്തുമ്പിക്ക് കറുത്ത വരയുണ്ട്. കുറച്ചുകൂടെ കട്ടിയുള്ള കറുത്ത വരയാണ് ഇതിൽ കാണുന്നുള്ളത്. അതിനകത്ത് ചെറിയ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അതേ സ്ഥാനത്ത് ഈ പാണ്ടൻ വയൽത്തയ്യന് ആദ്യത്തെ സെഗ്മെന്റുകളിൽ കറുത്ത വരയില്ല. അവസാനത്തെ ഇതിലാകുമ്പോഴത്തേക്ക് കറുത്ത കുത്തുകളാണ് കാണുന്നത്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെയൊക്കെ ഫീമെയിൽ ആണ്. ഇതാണ് നമ്മൾ എല്ലാ തുമ്പികളും പകൽ സമയത്ത് പറന്ന് നടക്കുന്നതല്ല. സന്ധ്യാസമയത്ത് പറന്ന് നടക്കുന്ന നല്ല സ്പീഡിൽ പറക്കുന്ന തുമ്പിയാണ്. ഈ സന്ധ്യാസമയത്തും അതിരാവിലെയും നമുക്ക് ഇതിനെ പറന്ന് നടക്കുന്നത് കാണാൻ പറ്റും. ഇതും സന്ധ്യാസമയത്ത് പറക്കുന്ന തുമ്പികളാണ്. അപ്പൊ സന്ധ്യാസമയത്ത് പറക്കുന്ന തുമ്പികൾ ഭയങ്കര സ്പീഡിൽ ചിറകടിച്ചിട്ടായിരിക്കും പറക്കും. വെയിലുള്ള സമയത്ത് പറക്കുന്ന തുമ്പികൾ അത്ര സ്പീഡിൽ ചിറകടിക്കില്ല. ഇതിനെ നമുക്ക് പടം എടുക്കാനൊക്കെ നല്ല പാടാണ്. പക്ഷെ നല്ല വെയിലുള്ള സമയത്ത് ഇത് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ നാട്ടുനിലത്തെ ഇന്നാരോ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചോരവാലൻ തുമ്പി എന്നൊക്കെ വിളിക്കുന്നില്ല, ലാത്രിസിസ്റ്റ ഏഷ്യാറ്റിക്ക. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു സ്ഥലത്ത് വീടിനടുത്തൊക്കെ ഉണ്ടാവും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 1 മാസത്തോളം ആ സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വേറൊന്ന്, നമ്മുടെ വീട്ടിലെ അയ കെട്ടിയിട്ടുണ്ടെങ്കിൽ അയയുടെ മുകളിൽ വന്നിരിക്കുന്ന തുമ്പിയാണ് തുരുമ്പൻ തുമ്പി, തവിടൻ തുരുമ്പൻ എന്നൊക്കെ വിളിക്കുന്നുള്ളത്. ഇത് സ്വാമി തുമ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഒനിക്കോതെമസ് ടെസ്റ്റേഷ്യ, കുറച്ചുകൂടെ കാടിനോട് ചേർന്നിട്ടുള്ള അരുവികളിൽ മാത്രമേ ഇതിനെ കാണുള്ളൂ. ഇത് നമ്മൾ വീടിനടുത്ത് കാണുന്ന കിണറിന്റെ അടുത്ത്, തോടിന്റെ അടുത്ത്, കുളത്തിനടുത്തൊക്കെ കാണുന്നുള്ള 2 തുമ്പികളാണ്. കാണാൻ ഒരേപോലെ ഉണ്ടാവും. ആദ്യത്തെ തുമ്പീനെ പിടിച്ച് കുറച്ച് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ തുമ്പിയായി. കളർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണുള്ളത്. ഒന്ന് ചെന്തവിടൻ വ്യാളി, മറ്റൊന്ന് പവിഴവ്യാലം വ്യാളി എന്ന് പറയുന്നുള്ള തുമ്പിയാണ്. പിന്നെ നീലവ്യാളികളുണ്ട്. 3 തരം നീലവ്യാളികളുണ്ട്. നമ്മുടെ നാട്ടിൽ 2 ഇനം കാണാൻ പറ്റും. ഓർത്തിരിക്കം ഗ്ലോക്കൊന്നും അതേപോലെ ഓർത്തിരിക്കം ലൂസോണിക് എന്ന് പറയുന്നുള്ള നീലവ്യാളിയും ത്രിവർണം വ്യാളിയും. അപ്പം എളുപ്പമാണ്. ത്രിവർണം വ്യാളിയുടെ മുഖം കുറച്ചുകൂടെ ലൈറ്റ് കളർ ആയിരിക്കും. നീലവ്യാളിയുടെ മുഖം നല്ല ഡാർക്ക് കളർ ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എളുപ്പം പറയാൻ പറ്റും. നീലകറുപ്പൻ വ്യാളി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്പീഷീസ് ആണ്. ക്രാറ്റില്ല ലീനിയറ്റ, കാട്ടുപതുങ്ങൻ, ഓട്ടോമാർച്ച കൊഞ്ചിന്. ഇത് 2 സാധനവും നമ്മൾ വീട്ടിനടുത്തേക്ക് പോകുന്ന വഴിയിൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ 2 തുമ്പി അവിടെ ഉണ്ടാവും. 2 തുമ്പിയും അങ്ങനെയുള്ള ചെളി വെള്ളത്തിൽ തന്നെ മുട്ടയിടുന്ന തുമ്പികൾ കൂടിയാണ്. ഇതാണ് പച്ചവ്യാളി, ഓർത്തിരിക്കം സബീന. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പ്രിഡേറ്റർ ആണ്. അത് മറ്റുള്ള തുമ്പികളെ പിടിച്ചത്. ഇതാണ് റയോതെമിസ് ട്രയാങ്കുലാരിസ് എന്ന് പറയുന്നുള്ള കരിനീല ചിറക്, നല്ല ഭംഗിയുള്ള ചെറിയ തുമ്പിയാണ്, ശലഭത്തുമ്പി. ഇതാണ് നമ്മുടെ കിണർത്തുമ്പി. നിങ്ങൾ കിണറുണ്ടെങ്കിൽ കൺട്രോൾ നോക്കിക്കോ, ഉറപ്പായിട്ട് ഈ തുമ്പി ഉണ്ടാവും. ഇതാണ് സിന്ദൂരത്തുമ്പി. ഇതാണ് നമ്മുടെ മോഹൻലാൽ പറഞ്ഞ കാർത്തുമ്പി. നമ്മളെ ഒഴുകുന്ന സ്ട്രീമിനടുത്ത് നമുക്ക് ഇതിനെ കൂടുതലായിട്ട് കാണാൻ പറ്റും. ആൺതുമ്പിയാണിത്, കാർത്തുമ്പി. നമ്മൾ ഇതിലിപ്പോ ഒരു ഉജാലയുടെ കളറൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ ഫീൽഡിൽ കാണുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ തന്നെയായിരിക്കും കാണാം. അതുകൊണ്ടായിരിക്കും കാർത്തുമ്പി എന്ന് പേര് വന്നിട്ടുണ്ടാവും. ഇത് കാറ്റാടിത്തുമ്പി, ഇത് കരിമ്പൻ തുമ്പി. പിന്നെ നീരോട്ടക്കാരൻ സൈഗോണിക് സൈറിസ്, എപ്പിതെമിസ് മരിയെ. ഇത് കുഞ്ഞു തുമ്പിയാണ്, നല്ല രസമുള്ള തുമ്പിയാണ്. നീലക്കുറുവാൽ, കുറച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്പീഷീസ് ആണ്. ഇതിൽ അവസാനം വരുന്നുള്ളതാണ് ജെനറ ഇൻസെക്ടെ എന്ന് പറയുന്നുള്ള ഫാമിലി. കോമരത്തുമ്പികൾ എന്ന് വിളിക്കും. ഈ കോമരത്തുമ്പികൾ
വളരെ റെയർ ആണ്. ഈ സമയത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു തുമ്പി കൂടിയാണ്. ഞാൻ നേരത്തെ മുട്ട വിരിഞ്ഞത് കാണിച്ചത് ഇതിന്റെ കോമരത്തുമ്പിയുടെ മുട്ടയാണ്. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുതായിട്ട് ഒഴുകുന്ന തോടിന്റെ സൈഡിലാണ് ഇതിനെ കാണുക. ഇത് സാധാരണ വെയിൽ വരുന്ന സമയത്ത് പറക്കും, വെയിൽ മാറുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യും. അപ്പം ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ കമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അപ്പം ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നത് ആദ്യത്തെ മഴ പെയ്ത് തൊട്ട് ഇത് വിരിഞ്ഞിറങ്ങിയിട്ട് പിന്നെ അത് പറന്നു കിടക്കും, അത് ഇണചേരും, മുട്ടയിടും. അപ്പം ഏകദേശം മെയ് അവസാനം, ഇപ്രാവശ്യം മഴ പെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് ഇത് വിരിഞ്ഞിറങ്ങാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മെയ് ലാസ്റ്റ് വീക്കിലാണ് മഴ പെയ്തത്. അപ്പൊ ആ സമയത്താണ് ഇത് വിരിഞ്ഞിറങ്ങി തുടങ്ങിയത്, പ്രത്യേകിച്ചിട്ട് കാസർഗോഡ് ഭാഗത്ത്. അപ്പം വിരിഞ്ഞിറങ്ങി തുടങ്ങി ഒരു സാധാരണ ഇതിൽ ജൂൺ പകുതി അല്ലെങ്കിൽ ജൂൺ അവസാനം വരെ നമുക്ക് ഈ തുമ്പിനെ കാണാൻ പറ്റുള്ളൂ. പിന്നീട് ഈ തുമ്പി ഉണ്ടാവില്ല. പിന്നെ അടുത്ത വർഷമാണ് നമുക്ക് ഈ തുമ്പിയെ കാണാൻ പറ്റുക. അപ്പോൾ ഒരുപാട് സ്പീഷീസുകൾ ഇതിനകത്തുണ്ട്. ഗോമന്തകൻസിസ് എന്നുള്ള സ്പീഷീസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാക്രോമിയ ഡൊണാൾഡി എന്ന് പറയുന്നത് ഇത് കോമൺ ആണ്. പക്ഷെ അപൂർവം എന്ന് നമ്മൾ വിചാരിക്കുക. അതിന് കാരണം വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, ഈ തുമ്പീനെ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. ഇത് പറന്നു കിടക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ തുമ്പിയാണെന്ന് പോലും തോന്നില്ല. നമ്മുടെ കണ്ണിന്റെ ഹൈറ്റിലാണ് ഇത് പറക്കുക. ഏകദേശം ഒരു 1 മീറ്റർ 1.5 മീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ തുള്ളി തുള്ളി പറക്കുന്ന ഒരു തുമ്പിയാണ്. നമ്മളിങ്ങനെ നോക്കുന്നതിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് അത് മുങ്ങുകയും ചെയ്യും. ഏതെങ്കിലും ഇലയുടെ അല്ലെങ്കിൽ കമ്പിന്റെ അടിയിൽ പോയിട്ട് അത് പിടിച്ചിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ കാണും. അപ്പം ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ ഓൾറെഡി ടൈം ലേറ്റ് ആണ്. വേഗം ഒരു 5 മിനിറ്റിൽ ഞാനിത് പറഞ്ഞ് നിർത്താം. ഇക്കോളജി ആൻഡ് കൺസർവേഷൻ. അപ്പം എന്തുകൊണ്ട് നമ്മൾ തുമ്പികളെ കുറിച്ച് തുമ്പികളെ കൺസേർവ് ചെയ്യണം? തുമ്പികള് ഒരേ സമയം പ്രിഡേറ്ററും ആണ്, അതേപോലെ പ്രേയും ആണ്. ഒരുപാട് ജീവികളെ പിടിച്ചു തിന്നുന്ന ജീവിയാണ്, അതേ സ്ഥാനത്ത് ഒരുപാട് ജീവികൾക്ക് ഭക്ഷണമായ ജീവിയാണ്. അപ്പം തുമ്പികൾ പരസ്പരം പിടിച്ചു തിന്നും. തുമ്പിയുടെ ലാർവ വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് അതിന് തിന്നാൻ പറ്റുന്ന ചെറിയ മീനുകൾ, കൊതുകിന്റെ ലാർവകൾ, അങ്ങനെ ചെറിയ ചെറിയ ജീവികളൊക്കെ പിടിച്ചു തിന്നും. അതേ സ്ഥാനത്ത് തുമ്പികള് മറ്റുള്ള ഇൻസെക്റ്റുകളെ, കൊതുകുകളൊക്കെ പിടിച്ചു തിന്നും. തുമ്പികളെ ചിലപ്പം പക്ഷികൾ പിടിച്ചു തിന്നും. തുമ്പിയുടെ ലാർവനെ വേണമെങ്കിൽ മീനിന്റെ ലാർവ തിന്നാം. അതേ സ്ഥാനത്ത് ഈ ഒരു ലാസ്റ്റുള്ള ചിത്രം നോക്കിയാൽ മതി. നമ്മുടെ വേലിത്തത്തകൾ ആ സെപ്റ്റംബർ മാസത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേലിത്തത്തന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ വേലിത്തത്തന്റെ ചുണ്ടിലും നമുക്ക് തുമ്പികളെ കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പക്ഷികൾക്കൊക്കെ അതേപോലെ മറ്റുള്ള ജീവികൾക്ക് ഭക്ഷണം കൂടിയാണ് തുമ്പികൾ. പിന്നെ രണ്ടാമത്തത് ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂഫിയ ഫ്രേസരി വാട്ടർ ക്വാളിറ്റി, ശുദ്ധജലത്തിന്റെ ഇൻഡിക്കേറ്റർ ആണ്. ബ്രാക്കിത്തമിസ് കണ്ടാമിനേറ്റ വെള്ളം മലിനമായതിന്റെ ഇൻഡിക്കേറ്റർ കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വാട്ടർ ക്വാളിറ്റി ആൾട്ടിറ്റ്യൂഡും ഇൻഡിക്കേറ്റേഴ്സ് കൂടിയാണ് തുമ്പികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തുമ്പികൾ ഇന്ന് ആൾട്ടിറ്റ്യൂഡിൽ 100 മീറ്റർ വരെ മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ 1000 മീറ്റർ വരെ മാത്രമേ കാണുള്ളൂ. ചിലത് അബവ് 2000 മീറ്ററിൽ മാത്രമേ കാണുള്ളൂ. അപ്പൊ നമ്മൾ ആ തുമ്പിനെ കാണുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ആൾട്ടിറ്റ്യൂഡും ഏകദേശം പറയാൻ പറ്റും. അങ്ങനെയുള്ള ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പിന്നെ ഹാബിറ്റാറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള തുമ്പികളാണ്. മിരിസ്റ്റിക്ക സ്വാമ്പിൽ കാണുന്നുള്ള ചില പ്രോട്ടോസ്റ്റിക്ക സ്പീഷീസുകളൊക്കെ മിരിസ്റ്റിക്ക സ്വാമ്പിൽ കാണുന്നതാണ്. അല്ലാതെ നമ്മൾ ജനറൽ ആയിട്ട് തുമ്പികളെ നോക്കുകയാണെങ്കിൽ എല്ലാ തുമ്പികളും വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. പക്ഷെ ഓരോ തുമ്പികൾക്ക് അതിൻ്റെതായ സ്പെസിഫിസിറ്റി ഉണ്ട്. വെച്ച് കഴിഞ്ഞാല് പോണ്ടിലും ലേക്കിലും മുട്ടയിടുന്ന തുമ്പികളുണ്ട്. ഈ മരതകരാജം പോലെയുള്ള സാധനങ്ങളൊക്കെ വലിയ പോണ്ടിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിടുന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് പാഡി ഫീൽഡ്, മാർഷി ലാൻഡിൽ മുട്ടയിടുന്ന വയൽത്തുമ്പികൾ പോലെയുള്ള കുറെ തുമ്പികളുണ്ട്. അത് മറ്റുള്ള സ്ഥലങ്ങളിൽ സാധാരണ കാണില്ല. സ്ട്രീമുകളിൽ, ഒഴുകുന്ന വെള്ളത്തിൽ മാത്രം മുട്ടയിടുന്ന, അതും കുറഞ്ഞൊഴുകുന്ന വെള്ളത്തിൽ മുട്ടയിടുന്നതുണ്ട്. നല്ല കുത്തിയൊലിക്കുന്ന ഫാസ്റ്റ് ഫ്ലോയിങ് സ്ട്രീമിൽ മുട്ടയിടുന്ന തുമ്പികളുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ന്യൂറോബേസിസ് ഒക്കെ നല്ല സ്പീഡുള്ള, ഡിസ്പ്ലേ ഒക്കെ നല്ല സ്പീഡിൽ ഒഴുകുന്ന വെള്ളത്തിലേ കാണുള്ളൂ. പിന്നെ ചില സ്പീഷീസുകൾ വാട്ടർ ഫൗൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ഈ സൈഗോണിക് സൈറസ്, അത് വളരെ രസകരമാണ്. നമ്മൾ ഒരു തോട് ഇങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ കുത്തിയൊലിച്ചു വരുന്ന തോടുകൾ ചില സ്ഥലത്ത് എത്തുന്ന സമയത്ത് ആഴം കൂടിയ സ്ഥലത്ത് നമുക്ക് ആ ഒഴുക്ക് ഫീൽ ചെയ്യില്ല. അപ്പം ആ കുത്തിയൊലിക്കുന്ന സ്ഥലത്ത് നമുക്ക് ന്യൂറോബേസിസ് ചൈനൻസിസും അങ്ങനെയുള്ള കുറെ തുമ്പികൾ, പീലിത്തുമ്പിയും യൂഫേനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേ സ്ഥാനത്ത് ആ പരന്നൊഴുകുന്ന സ്ഥലത്ത് നമുക്ക് എപ്പോഫ്താൽമിയ വിട്ടേറ്റ പോലെയുള്ള കുറെ തുമ്പികളെ കാണാൻ പറ്റും. അത് കുറച്ച് കഴിഞ്ഞൊരു വെള്ളച്ചാട്ടം ആവുന്നുണ്ടെങ്കിൽ, നീരോട്ടക്കാരൻ എന്ന് പറയുന്നുള്ള സൈഗോണിക് സൈറസ്, ഈ സൈഗോണിക് സൈറസ് നല്ല വെള്ളച്ചാട്ടം അവിടെ നിന്ന് ഇങ്ങനെ സ്പ്ലാഷസ് വരുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ ഇതിനെ കാണുള്ളൂ. പിന്നെ നല്ല ഷേഡി ആയിട്ടുള്ള സ്ട്രീമിൽ കാണുന്നുള്ള
പ്രോട്ടോസ്റ്റിക്റ്റ പോലെയുള്ള ജീവികൾ. പിന്നെ മരത്തിന്റെ പൊത്തുകളിൽ, വെള്ളം കെട്ടി കിടക്കുന്ന മരപ്പൊത്തുകളിൽ മുട്ടയിടുന്നുള്ള ലിരിയോതെമിസ് അബ്രഹാമി, ലിരിയോതെമിസ് ട്രൈക്കളർ എന്നാണ് മുമ്പ് വിചാരിച്ചിരുന്നത്. ഇത് പുതിയ സ്പീഷീസ് ആയിട്ട് കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു അമീനൊക്കെയാണ് അതിനെ കണ്ടെത്തിയിട്ടുള്ളത്. അമീൻ ഈ ഗ്രൂപ്പിലുണ്ട് എന്ന് വിചാരിക്കുന്നു. മഞ്ഞവരയൻ വർണ്ണത്തുമ്പി എന്ന് പറയുന്നുള്ള അബ്രഹാമി. പിന്നെ പുഴകളിൽ മുട്ടയിടുന്ന തുമ്പികളുണ്ട്. അതേ സ്ഥാനത്ത് ഈ ഇപ്പോഫ്താൽമിയ വിട്ടേറ്റൊക്കെ വലിയ വാട്ടർ റിസോഴ്സസിൽ, എന്താ പറയാ, ഡാമുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് മുട്ടയിടുക. റിസർവോയറിൽ മുട്ടയിടുന്ന ഇതുണ്ട്. കോസ്റ്റൽ ലഗൂൺസിൽ കുറച്ചുകൂടെ ഉപ്പ് വെള്ളം വരുന്ന സ്ഥലത്ത് മുട്ടയിടുന്ന മാക്രോഡിപ്ലാക്സ് സ്കോറ, പൊഴിത്തുമ്പി എന്ന് പറയുന്ന തുമ്പി, അതേപോലെ മോർട്ടനാഗ്രിയോൺ വരാലി, കരിയിലത്തുമ്പി എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ചുകൂടെ ഉപ്പുവെള്ളത്തിനെ കൂടി അതിജീവിക്കുന്നതാണ്. അപ്പം ഈ മോർട്ടനാഗ്രിയോൺ വരാലി എന്നൊക്കെ പറയുന്നുള്ളത് ഉപ്പുവെള്ളം കയറുന്ന പാടങ്ങളിൽ മുട്ടയിട്ട് വിരിഞ്ഞ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ സെറ്റിൽമെന്റിൽ മുട്ടയിടുന്ന തുമ്പികളുണ്ട്. മതിൽ തുമ്പി ഞാൻ പറഞ്ഞ പോലെ വാട്ടർ ടാങ്കിലൊക്കെ മുട്ടയിടും. പിന്നെ നേരത്തെ പറഞ്ഞു വെള്ളത്തിലേക്ക് നേരിട്ട് മുട്ടയിടുന്നതുണ്ട്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കമ്പുകളിൽ മുട്ടയിടുന്നതുണ്ട്, വെള്ളത്തിൽ നിന്ന് പുറത്ത്, വെള്ളത്തിനും പുറത്ത് പൊങ്ങിക്കിടക്കുന്ന ചെടികളിൽ മുട്ടയിടുന്നതുണ്ട്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തടികളിൽ മുട്ടയിടുന്ന തുമ്പികളുണ്ട്. അങ്ങനെ മുട്ടയിടുന്നതിൽ ഓരോന്നിനും ഓരോ പ്രിഫറൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളത്തിലേക്ക് നേരിട്ട് മുട്ടയിടുന്ന തുമ്പികൾ ഇടുന്ന മുട്ടയുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, വെള്ളത്തിൽ വന്ന് ഇങ്ങനെ തുമ്പികൾ മുട്ടയിട്ട് പോകുമ്പോഴത്തേക്ക് മീൻ വന്നിട്ട് ആ മുട്ടനൊക്കെ വിഴുങ്ങും. നല്ലൊരു ശതമാനം മുട്ടയും മീൻ വിഴുങ്ങും. കുറച്ച് മുട്ടയൊക്കെ താഴോട്ട് പോവുള്ളൂ. പിന്നെ ഒഴുകുന്ന വെള്ളത്തിൽ മുട്ടയിടുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു ജെലാറ്റിനസ് കോട്ടിങ് ഉണ്ടാവും. അത് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചപ്പം തുമ്പികൾ ഒരുപാട് മുട്ടയിടാനുള്ള കാരണം അത് മുട്ട വിരിയുന്നത് തന്നെ കുറവാണ്. മുട്ട വിരിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്ത് അഡൾട്ട് ആവുന്ന എണ്ണം കുറവാണ്. പിന്നെ പറക്കുന്ന സമയം, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇത് രാത്രി പറക്കുന്ന സിക്സോമ പീറ്റിയോലേറ്റ, അതേപോലെ സൂചിവാലൻ രാക്കുതിച്ചൊക്കെ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ പറക്കുന്നതാണ്. തോളിമിസ്, എന്താ പറയാ, തില്ലാഗ്ര എന്നൊക്കെ പറയുന്നുള്ളത്. അതേ സ്ഥാനത്ത് ബാക്കിയുള്ള തുമ്പികൾ പകൽ സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് പറക്കുന്നതാണ്. പിന്നെ സീസണാലിറ്റി ആണ്. ചില മാസങ്ങളിൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞു കോമരത്തുമ്പികൾ മെയ് ജൂൺ മാസത്തിലേ കാണുള്ളൂ. ഈ കുള്ളൻ വർണ്ണത്തുമ്പി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് കാണുക. ഈ എപ്പിതെമിസ് മരിയയും വളരെ കുറച്ച് സെപ്റ്റംബർ മാസത്തിൽ മാത്രമേ കാണൂ. അപ്പൊ നമ്മള് ഓഡോണൈറ്റിനെ കൺസേർവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൾക്കാരുടെ ഇടയിൽ ഇതിന്റെ ഇമ്പോർട്ടൻസിനെ പറഞ്ഞു കൊടുക്കണം, അതിന്റെ ഇക്കോളജി മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഡാറ്റ ജനറേറ്റ് ചെയ്യണം. അതാണ് വാക്ക് വിത്ത് വിസിയിൽ ശ്രദ്ധിക്കുന്നുള്ളത്. അങ്ങനെ ഡാറ്റ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ പ്ലാൻ എടുക്കാൻ പറ്റും. ഇത് പെൻഡാല ഫ്ലേവേഴ്സസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് കൂടുതൽ നോക്കുന്നില്ല. പിന്നെ ഇതിന് എന്തൊക്കെയാണ് ത്രെറ്റ്സ്? അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ത്രെറ്റ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. വാട്ടർ പൊല്യൂഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. വാട്ടർ പൊല്യൂഷൻ, വാട്ടറിന്റെ pH, അതിന്റെ TDS ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതേപോലെ വാട്ടർ ഫ്ലോയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതും പ്രശ്നമാണ്. സെഡിമെന്റേഷൻ പ്രശ്നമാണ്. അതേപോലെ ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷൻ, അതേപോലെ കെമിക്കൽ പൊല്യൂഷൻസ്, ഓർഗാനിക് ആൻഡ് കെമിക്കൽ പൊല്യൂഷൻസ്. ഇപ്പം തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുളത്തിൽ ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് അലക്കുന്നത്, കുളിക്കുന്നതൊക്കെ ഒരുപക്ഷെ ആരെ ബാധിക്കുന്നുണ്ടാവും? തുമ്പികളുടെ ലാർവനെ ബാധിക്കുന്നുണ്ടാവും. അതേപോലെ ഇൻവേഷൻ ബൈ എക്സോട്ടിക് സ്പീഷീസ്, ഒരുപാട് അക്വാട്ടിക് ഓർഗാനിസംസ്, ഫിഷസ്, ടോട്ടോയ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ പുതുതായിട്ട് എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ തുമ്പിയുടെ ലാർവനൊക്കെ പിടിച്ച് തിന്നുന്നുണ്ട്. അപ്പൊ അതുവഴി ഇതൊക്കെ ഇതിന് ത്രെട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു അവസാനം. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയി പോയി. എനിവേ ഈ ഒരു അവസരം തന്ന വാക്ക് വിത്ത് VC കൂട്ടായ്മക്ക് നന്ദി പറയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്, വാട്സപ്പിലും അല്ലാതെയും ചോദിക്കാവുന്നതാണ്. താങ്ക് യു. ഓക്കെ, നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി കൂടി ഉണ്ട്. എനിക്കൊന്ന് ക്ഷമ കൂടുതലുള്ള ആൾക്കാർ ഇപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നന്ദി. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ഈ ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് വിനിയോഗിക്കാം എന്ന് വിചാരിച്ചു. ഈ തുമ്പികളെ ഇതിന്റെ സെയിം സ്പീഷീസിനെ തന്നെ പിടിച്ച് തിന്നുന്നുണ്ടോ? അതായത് സെയിം തുമ്പികളെ തന്നെ?
അങ്ങനെ പിടിച്ചു തിന്നുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് സെയിം സ്പീഷീസ് അങ്ങനെയൊന്നുമില്ല. അതിന് വിശക്കുന്ന സമയത്ത് അതിന് പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പിടിക്കും എന്നുള്ളതാണ് ഒരു ഇത്. അതുകൂടാതെ അത് തെറ്റിദ്ധരിച്ച് തിന്നുന്നു എന്നുള്ളത് പഠനങ്ങൾ പറയുന്നുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലെ ഇപ്പം ഈ പച്ചവ്യാളിയൊക്കെ അതേ സ്പീഷീസിനൊക്കെ പിടിച്ചു തിന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട്, പടമൊക്കെ ഉണ്ട്. പിടിച്ചു തിന്നാറുണ്ട്. ഓക്കെ. കേക്കാമോ? ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. ഈ ഈ കോമരത്തുമ്പികള് മഴ കഴിയുമ്പോഴാണ് ഫസ്റ്റ് അവര് എമർജ് ആകുന്നെന്ന് പറഞ്ഞു. അപ്പൊ അവര് അതിന് മുന്നത്തെ ആ ഒരു സീസൺ അവര് നിംഫായിട്ട് തന്നെ അവര് സർവൈവ് ചെയ്യുവാണോ, അതോ അവര് ഒരു ഹൈബ്രിനേഷൻ പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയായിരിക്കും അവർ ആ ഒരു ഡ്രോട്ട്, ആ ഒരു വരൾച്ച അവര് സർവൈവ് ചെയ്യുന്നത്, പെട്ടെന്ന് അവര് മഴ കഴിയുമ്പോൾ എമർജ് ചെയ്യുന്നത്? അത് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് ഇല്ല. പക്ഷെ എന്റെ ഒബ്സർവേഷൻ ഞാൻ പറയാം. അപ്പം ഇതില് ഈ കോമരത്തുമ്പികൾ നമ്മളെ സാധാരണ എന്താ പറയല്, കടലോര മേഖലയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല. മലയോര മേഖലയിലാണ് കൂടുതലും കാണുന്നുള്ളത്. അപ്പൊ മലയോര മേഖലയിലുള്ള ചെറിയ അരുവികളിലാണ് അല്ലെങ്കിൽ ചെറിയ തോടുകളിലാണ് ഇത് കാണുന്നുള്ളത്. വർഷം മുഴുവൻ നിലനിൽക്കുന്ന തോടുകളിലാണ് ഞാൻ ഇതുവരെ ഈ ഒരു സാധനത്തിനെ കണ്ടിട്ടുള്ളൂ. അപ്പം ഒരുപക്ഷെ വെള്ളം വറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിന്റെ നിംഫും നശിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ തോടുകളിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിന്റെ ഇടയിൽ ചിലപ്പം ചില വാട്ടർ ബോഡീസ് രൂപപ്പെടുന്നുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളതിൽ അത് സർവൈവ് ചെയ്യുകയും പിന്നീട് അത് എമർജ് ചെയ്ത് വരുന്നതാവാനാണ് സാധ്യത. എന്തായാലും ആദ്യ മഴ പെയ്ത് തൊട്ടാണ് അത് എമർജ് ചെയ്ത് വരുന്നത്. അപ്പം ഫുൾ ടൈം അതായത് ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം ഒഴുകുന്ന തോടുകളിലാണ് സാധാരണഗതിയിൽ കാണുന്നത്. ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പം ഈ തുമ്പികളെ കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ അറിയണം, അതിനെ കമ്പയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈനിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഉപയോഗിച്ച എല്ലാ സ്ലൈഡും സൊസൈറ്റി ഫോർ ഓഡോണൈറ്റ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു NGO-ന്റെ ആണ്. അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഡോണൈറ്റ്സ്, കേരളത്തിലുള്ള ഓഡോണൈറ്റ്സിന്റെ പിന്നെ മെയില് ഫീമെയിൽ ഒക്കെ വെച്ചിട്ടുള്ള PDF 2 PDF പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. അതല്ലാതെയും 2 PDF പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പിക്ചർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. സൊസൈറ്റി ഫോർ ഓഡോണൈറ്റ് സ്റ്റഡീസിൽ നോക്കിയാൽ കിട്ടും. അതുകൂടാതെ വിക്കിപീഡിയ അങ്ങനെയുള്ളതിലൊക്കെ ഉണ്ടാവും. ചാറ്റ് ബോക്സ് ഒന്ന് നോക്കാമോ? 1-2 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. ഒന്ന് ഏറ്റവും വലിയ തുമ്പി ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തുമ്പി നമുക്ക് തോന്നുന്നു മരതകരാജൻ എന്നൊക്കെ പറയുന്നുള്ള അനാക്സിൽ വരുന്നുള്ള സാധനമാണ്. അതിൽ അനാക്സ് ഗട്ടേറ്റസ് ഉണ്ട്, അനാക്സ് ഇൻഡിക്ക ഉണ്ട്, അതേപോലെ അനാക്സ് ഇമാക്യുലിഫ്രോൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ സൈസ് ഒക്കെ ഏകദേശം ഒരേപോലെയാണ്. ആ വലിപ്പമുള്ള ഗ്രൂപ്പ് ആഷ്നീഡയാണ്. മരതകൻ തുമ്പികളാണ് ഏറ്റവും വലിപ്പമുള്ള തുമ്പികൾ എന്ന് വേണം നമുക്ക് പറയാം നാട്ടിൽ. അതേപോലെ ഏറ്റവും ചെറിയ തുമ്പി എനിക്ക് തോന്നുന്നു കിണർത്തുമ്പിയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ തുമ്പി കിണർത്തുമ്പിയാണ്. ഡാൻസൽ ഫ്ലൈസിൽ ഏറ്റവും ചെറിയ തുമ്പി നമ്മുടെ അഗ്രിയോപ്നമിസ് കേരളൻസിസ് എന്ന് പറയുന്നുള്ള നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഹലോ, പറഞ്ഞോളൂ. സർ, പിന്നെ അതായത് ഈ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ തുമ്പികളും ഈ അതായത് മലിനജലം അല്ലാത്ത ജലം തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ ഇന്ന തുമ്പികളുണ്ട് ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു സാധനം പറഞ്ഞല്ലോ. അതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനവും തുമ്പികളുടെ സ്പീഷീസും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി ഉണ്ടോ?
തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്റ്റഡീസ് ഒരുപാട് നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്പീഷീസ് പ്രധാനമായിട്ട് അതിന്റെ ടെമ്പറേച്ചർ കൂടിയാണ്. അവിടുത്തെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവികൾ. അപ്പൊ ചില സ്റ്റഡീസ് പറയുന്നുള്ളത് ഓവറോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്പീഷീസ് വീണ്ടും അതിന് മുകളിലോട്ടുള്ള ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള സ്റ്റഡീസ്, ചില പേപ്പറുകളൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് എല്ലാ തുമ്പികളും നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല, കാരണം അതായത് വൈഡ് ആയിട്ടുള്ള ആൾട്ടിറ്റ്യൂഡിൽ കാണുന്ന തുമ്പികളും ഉണ്ട്. അപ്പൊ അതിന് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നാരോ ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യുന്ന തുമ്പികളാണെങ്കിൽ, സ്പീഷീസുകളാണെങ്കിൽ, അത് ഈ ടെമ്പറേച്ചർ റൈസിങ്ങിനനുസരിച്ചിട്ട് അത് കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്നു. അല്ല, അപ്പൊ അതായത് ഈ പറയുന്ന ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ചില സ്പീഷീസുകളുടെ ജനസംഖ്യയിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നാണോ? തീർച്ചയായിട്ടും അത് ഉണ്ടാവും. പക്ഷെ ഈ തുമ്പി പഠനം കേരളത്തിലും ഇന്ത്യയിലൊക്കെ വളരെ ശൈശവാവസ്ഥയിൽ കിടക്കുന്നുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിലിപ്പം തുമ്പീനെ ഇതിന്റെ അഡൽട്ടിന്റെ മോർഫോളജി ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നുള്ളത്. ലാർവകളെ കുറിച്ചുള്ള പഠനം കാര്യമായിട്ട് നടക്കുന്നേ ഇല്ല. അപ്പം ഇത് കൂടുതലും ഈ ടെമ്പറേച്ചർ, അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം കൂടുതലും അതിന്റെ ലാർവകളെയാണ് ബാധിക്കുന്നുണ്ടാവും. അപ്പൊ ലാർവകളെ കുറിച്ചുള്ള പഠനം ഇന്ത്യയിൽ വളരെ പരിമിതമാണ്. 1-2 ആൾക്കാർ മാത്രമേ പഠിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. അപ്പം അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ വളരെ കുറവാണ്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പേപ്പറുകളൊക്കെ ഉണ്ട് ഇതിനെ കുറിച്ചിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. സമയം നമ്മൾ കൂടുതൽ എടുത്തു, ഏതായാലും അത് നന്നായി. അരുൺ രാജ്, അടുത്ത പരിപാടിയിൽ കടന്നൂടെ? അരുണ് പോയിന്ന് തോന്നുന്നു. അരുൺ പോയാ? അപ്പൊ നമുക്ക് ചെയ്യാം, ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ബേർഡ്സിനെ പോലെയും ബട്ടർഫ്ലൈസിനെ പോലെയും നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടാത്ത ഒരു വിഭാഗമാണ് തുമ്പികൾ. അതിനെക്കുറിച്ച് വളരെ നല്ലൊരു ക്ലാസ് ഹനീഫ് സാറ് തന്നിരുന്നു. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. സാറിന് വോക്ക് വിത്ത് വിസിയുടെയും എൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. രാഹുൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, PDF കിട്ടുമെന്ന്. PDF ഞാൻ പറഞ്ഞു, സൊസൈറ്റി ഫോർ ഓഡോണൈറ്റ് സ്റ്റഡി എന്ന് പറയുന്നുള്ള ടൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇത് നമ്മുടെ തുമ്പി മുത്തച്ഛൻ ഉൾപ്പെടെയുള്ള, ബാലേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അതിന്റെ പ്രധാന. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ഹനീഫ്, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.